വിപിനും എബിനും അടുക്കളയിലേക്ക് കാലെടുത്ത് വെക്കാനിരിക്കുമ്പോഴായിരുന്നു വീടിനു മുന്നിൽ ഒരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടത്. അവരുടെ മുഖം പതിയെ മുൻവശത്തേക്ക് തിരിഞ്ഞു. വാതിലിൽ നിൽക്കുന്നവരെ കണ്ട് വിപിന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. മാർട്ടിനും രുദ്രനുമായിരുന്നു. അവരുടെ കൂടെ 3 പേരും കൂടെ ഉണ്ടായിരുന്നു. 5 പേരെയും കണ്ട് എബിനും വല്ലാത്തൊരു പേടി തോന്നി. വെൽ ഡൺ ജിത്തു. അടുക്കളയിൽ നിന്നും ജിത്തു വരുന്നത് കണ്ടു. അവന്റെ കാല് കണ്ടപ്പോഴാണ് എബിന് മിന്നിയത്. മുന്നേ കണ്ട ആ കാലുകളുടെ ഉടമ ജിത്തു ആയിരുന്നു. സാറ് കുറച്ച് വൈകിരുന്നേ എല്ലാം കൈവിട്ടു പോയേനെ. ഹേയ്, അങ്ങനെ ഒരു കണക്കുകൂട്ടലുണ്ടാവില്ലല്ലോ. ജിത്തു ഒന്ന് പുഞ്ചിരിച്ചു. രുദ്രൻ വിപിന്റെ നേരെ തിരിഞ്ഞു. അപ്പോ വക്കീൽ പുത്രൻ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. സാർ, ഞങ്ങൾ അതിനൊന്നും ചെയ്തില്ലല്ലോ. ഷേ, എന്താ ചെയ്യാ. അപ്പോ ഇത്രയും സമയം കുമ്പസാരം നടത്തിയത് പിന്നെ എന്താണാവോ. എബിനും വിപിനും തളർന്നുപോയി. വിപിൻ കരയുമെന്നായി. അവൻ രുദ്രന്റെ അടുത്ത് പോയി അപേക്ഷിച്ചു. സർ, അത് ഞാനൊന്നും. നമുക്കിതെല്ലാം വീണ്ടും പറയാം, വിപിൻ നാടാർ. എബിൻ ശ്വാസം നേരെ വിടാൻ നിന്നപ്പോഴേക്കും മാർട്ടിൻ അവന്റെ കയ്യിൽ പിടുത്തമിട്ടു. അല്ല, മോനെ എവിടേക്കാ പോകുന്നേ? സർ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. അയ്യടാ, ഒരു നല്ല പിള്ള വന്നിരിക്കുന്നു. പെണ്ണിനെ അവളുടെ ഇഷ്ടമില്ലാതെ കയറി പിടിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞൂടെ? എബിൻ വെള്ളമിറക്കി. എന്നിട്ട് നീ എന്ത് പന്ന പരിപാടിയാണ് ചെയ്തേ? കൂട്ടുകാരന്റെ കാമുകിയെ മയക്കി അവളെ ബലാത്കാരം ചെയ്ത പൂവിട്ട് പൂജിക്കാം, എന്താടാ? എബിനും വിപിനും രുദ്രനെ നോക്കി. നിങ്ങളുടെ പേരിലൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, ഒരു അഞ്ജലിയുടെ. അവളുടെ സമ്മതമില്ലാതെ അവളെ നശിപ്പിച്ചു എന്നും അവളുടെ ശരീരത്തിലേക്ക് ഡ്രഗ്സ് കയറ്റിയെന്നുമൊക്കെയാണ് ആരോപണം. തങ്ങൾ നല്ലൊരു കുടുക്കിലാണ് പെട്ടത് എന്ന് ഇതിനോടകം എബിനും വിപിനും മനസ്സിലാക്കിയിരുന്നു. 2 പേരെയും അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി. ജിത്തുവിനോട് തേജുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് രുദ്രൻ വണ്ടിയിലേക്ക് കയറിയത്. രുദ്രന്റെ ജീപ്പ് കണ്ണിൽ നിന്നും മറിഞ്ഞതും ജിത്തു ഒന്ന് തിരിഞ്ഞു നോക്കി. കണക്കുകൂട്ടലുകൾ പിഴച്ച ദിവസം. സ്വയം പറഞ്ഞ് അവൻ ആ വീട്ടിലേക്ക് കയറി. ഹാളിൽ ഒരു മൂലയിൽ കർട്ടന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്ന തേജുവിനെ കൈയോടെ പിടിച്ചു. അവൾ പുറത്തു വന്നപ്പോഴേക്കും ജിത്തു കണ്ടത് അഗ്നി കണക്കെ എരിയുന്ന കണ്ണുകളായിരുന്നു. നീ കളിച്ചത് പോലീസിനോടാണ്, അതും രുദ്രൻ സാറിനോട്. അവളുടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി പ്രകടമായി. പോലീസ്? ഇവരൊക്കെ നിയമം എന്ന് പറഞ്ഞ് ജീവൻ കളയുന്നവരാണ്. നീതി എന്ന വാക്കിന്റെ അർത്ഥമറിയാത്തവർ. അവർ പോലീസ് സ്റ്റേഷനിലെത്തില്ല. ജിത്തു ആശ്ചര്യത്തോടെ അവളെ നോക്കി. നീ വാ എന്റെ കൂടെ. തേജുവിനെ വലിച്ചുകൊണ്ടവൻ പുറത്തേക്ക് പോയി. അവൻ വണ്ടിയിൽ കയറി അവളോട് കയറാൻ പറഞ്ഞു. അപ്പോഴാണ് അവരുടെ മുന്നിലൊരു വണ്ടി വന്നു നിന്നത്. റിജു ആയിരുന്നു അത്. റിജു ചേട്ടാ, എന്റെ വണ്ടിയെ ഫോളോ ചെയ്തോ. വേറെ ഒന്നും പറയാതെ ജിത്തു വണ്ടിയെടുത്തു. പിന്നിലിരിക്കുന്ന തേജുവിന്റെ മുഖം അത്രയ്ക്ക് തെളിച്ചമുള്ളതായിരുന്നില്ല. ജിത്തുവിന്റെ വണ്ടി ഒരു പഴയ ഗോഡൌണിലേക്കാണ് പോയത്. അവൻ വണ്ടി നിർത്തി തേജുവിനോട് ഇറങ്ങാൻ പറഞ്ഞു. അവൾ അവനെ സംശയത്തോടെ നോക്കി. പിന്നിലായി റിജുവും എത്തിയിരുന്നു. എന്താ ജിത്തു ഈ നട്ടപ്പാതിരയ്ക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ചേട്ടാ, ചൂടാവല്ലേ. ദേ, നിങ്ങളുടെ കാമുകി വല്ലാതെ ഹൈപ്പറായി നിൽക്കാണ്. കൂടെ കൊണ്ടുവന്നോ? ഞാൻ ഈ വണ്ടി ഒന്ന് സൈഡിലോട്ട് നിർത്തട്ടെ. റിജുവിന് ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൻ തേജുവിന്റെ അടുത്ത് പോയി നിന്നു. നിർവികാരിയായി നിൽക്കുന്ന അവളെ കാണും തോറും എന്തൊക്കെയോ സംശയങ്ങൾ അവനിൽ ഉടലെടുത്തു. ജിത്തു വണ്ടി പാർക്ക് ചെയ്തു വന്ന റിജുവിനോട് ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. റിജു ജിത്തുവിന്റെ കൈ പിടിച്ചു. സത്യം പറ, നീയും ഇവളും എങ്ങനെയാണ് വിപിന്റെ വീട്ടിലെത്തിയത്? അതും ഈ സമയത്തും? ഇവിടെ തനിയെ വരില്ലല്ലോ. ഇല്ല, ഇവള് തനിയല്ല വന്നത്, കൂടെ ഒരാളുണ്ടായിരുന്നു. ഇത്രയും കാലം ഇവള് പറയാതെ സൂക്ഷിച്ചൊരു കാര്യം. ഇവളെ അന്വേഷിച്ച് അയാൾ അവളുടെ പുറകെ തന്നെ ഉണ്ടാവും. അയാളും വരും. ചേട്ടൻ പേടിക്കണ്ട, നമുക്കിനിയും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്ത് കാര്യങ്ങൾ ജിത്തു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റിജു കുഴഞ്ഞുപോയി. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരാൾ വന്നത്. ഇരുട്ടിൽ മനസ്സിലായില്ലെങ്കിലും തേജുവിന്റെ കണ്ണ് നിറഞ്ഞു. അവളെയും വന്നുകൊണ്ടിരിക്കുന്ന ആളെയും റിജു മാറി മാറി നോക്കി. അടുത്തേക്ക് വന്നപ്പോഴായിരുന്നു ആളെ മനസ്സിലായത്. ഗൗരവ്. ഗൗരവ്, നീ? അവന്റെ കണ്ണുകളിൽ വ്യത്യാസമുള്ളതായി തോന്നി. ആരെയും വകവയ്ക്കാതെ അവൻ തേജുവിന്റെ കൈ പിടിച്ചു. സോറിഡാ, എന്നെക്കൊണ്ട് പറ്റിയില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. അവൻ അവളെ ആശ്വസിപ്പിച്ചു. ജിത്തു അവന്റെ കയ്യിൽ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി. റിജുവും തേജുവും അവരുടെ പിന്നിലായിപ്പോയി. ഗോഡൌണിന്റെ ഉള്ളിൽ മുഴുവൻ ഇരുട്ടായിരുന്നു. ജിത്തു ഉള്ളിൽ കയറി ലൈറ്റ് തപ്പിപ്പിടിച്ചിട്ടു. പ്രകാശം തെളിഞ്ഞപ്പോ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഗൗരവ് ഞെട്ടിപ്പോയി. 2 കസേരകളിൽ വിപിനെയും എബിനെയും കെട്ടിയിട്ടിരിക്കുന്നു. പിന്നിലായി മാർട്ടിനും രുദ്രനും നിൽക്കുന്നു. വേറെ ആരും തന്നെയില്ല. ഗൗരവ് ചുറ്റും കണ്ണോടിച്ചു. ഏതോ തുണികളുടെ ഗോഡൌൺ ആയിരുന്നിരിക്കാം. അവരെ 2 പേരെയും എന്തിനിങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും ഗൗരവിന് മനസ്സിലായില്ല. എന്താ ഗൗരവ്? തേജു, ഈ ഒരു ട്വിസ്റ്റ് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഗൗരവ് രുദ്രനെ തന്നെ നോക്കി.
മാർട്ടിനോട് റിജു കണ്ണുകൊണ്ട് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനൊന്നും കൃത്യമായി പറയുന്നില്ല. റിജു, മാർട്ടിയോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടേക്ക് ഇനിയും ആൾക്കാർ വരാനുണ്ട്. കഥയുടെ നിജസ്ഥിതി അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവില്ലേ? ഗൗരവ്, തന്റെ അച്ഛനെയും പിന്നെ അച്ഛന്റെ ചേട്ടനെയും പിന്നെ അച്ഛന്റെ ഉറ്റ സുഹൃത്തിനെ ഒന്ന് വിളിച്ചേ. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറ. നുണ പറയാൻ നിൽക്കണ്ട, വേഗം വരാൻ പറ. രുദ്രന്റെ അലർച്ച കേട്ടപ്പോൾ ഗൗരവിന്റെ കൈ അറിയാതെ ഫോണിലേക്ക് പോയി. അവൻ എല്ലാവരെയും വിളിച്ചു, കൂടെ ആദിയെയും ചരണിനെയും. ഒരമണിക്കൂറിനു ശേഷം അവിടേക്ക് എല്ലാവരും എത്തിയിരുന്നു. രുദ്രൻ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇതിലും ഒരാൾ കുറവുണ്ടല്ലോ. ആളെവിടെ ഗൗരവ്? ഗൗരവ് സംശയത്തിൽ എല്ലാവരെയും നോക്കി രുദ്രന്റെ അടുത്തേക്ക് കണ്ണുകൾ പായിച്ചു. ഇനി ആരാ? ആരുമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വിളിക്കൂ, ഡോക്ടർ മാത്യു. മത്തായി ഡോക്ടർ ഇല്ലാത്ത കളിയോ? ഗൗരവിന്റെ കണ്ണുകൾ വിടർന്നു. തേജു രുദ്രനെ തന്നെ നോക്കിയിരുന്നു. എല്ലാ കാര്യങ്ങളും എങ്ങനെ അറിഞ്ഞു ഈ വിദ്വാൻ? സന്തോഷ് ഡോക്ടറുടെ ആയിരുന്നു ചോദ്യം. വരണം വരണം ഡോക്ടർ, ദ ഗ്രേറ്റ് മാസ്റ്റർ ബ്രെയിൻ. നിങ്ങൾ കളിച്ചത് ഈ രുദ്രനോടാണ്. ഒരു കേസ് ഏറ്റെടുത്താൽ അത് തീർക്കാതെ പോവില്ല, അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. വേഗം വിളിക്കൂ, എന്റെ കെട്ടിയോള് രാവിലെ എത്തും. അവള് വരുമ്പോഴേക്കും എനിക്ക് ഈ വൃത്തികെട്ട കേസ് ക്ലോസ് ചെയ്യണം, രുദ്രൻ ഗൗരവിനോട് പറഞ്ഞു. ഗൗരവ് സമയം പാഴാക്കാതെ മാത്യു ഡോക്ടറെയും വിളിച്ചു. ഡോക്ടറും എത്തിച്ചേർന്നു. ആഹാ, ഇപ്പോ കോളം തഴഞ്ഞു. ഇനി ഈ കെട്ടിയിട്ടിരിക്കുന്നവരും നിങ്ങളും തമ്മിലുള്ള ബന്ധം, അത് നിങ്ങൾ പറയുന്നോ അതോ ഞാൻ പറയണോ? എനിക്ക് ഈ സസ്പെൻസ് ഇഷ്ടമാവുന്നില്ല. വേണ്ട രുദ്രനുഷ് IPS, ഇവരാണ് തുടക്കം കുറിച്ചതെങ്കിലും ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോ ഞങ്ങൾ തന്നെ പറയാം. ഓക്കെ, ഗുഡ് ഡിസിഷൻ, പ്ലീസ് പ്രൊസീഡ്. രുദ്രൻ മാറി നിന്നു. കൂട്ടത്തിലൊരാൾ മുന്നോട്ട് വന്നു. അയാൾ വരും തോറും വിപിന്റെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. അറിയുമോ എന്നെ? ഒരു പാവം അച്ഛനാണ് ഞാൻ. എന്റെ മകളെ പറഞ്ഞ അറിയും നീ. ചിത്ര, ഞങ്ങളുടെ ചിത്തു. പിന്നെ വേറൊരാളും ഉണ്ട്, കാർത്തിക്, ഞങ്ങളുടെ പൊന്നോമന. വിപിൻ ആകെ വെപ്രാളമായി. അയാളുടെ കൈ ആഞ്ഞു വീശി. വിപിന്റെ വായിൽ നിന്നും കൊഴുത്ത ചോര പുറത്തേക്ക് വന്നു. എബിൻ ഇതെല്ലാം കണ്ട് തറഞ്ഞിരിക്കുകയായിരുന്നു. അടിച്ചതിനു ശേഷം അയാൾ പരിചയപ്പെടുത്തി. ഞാൻ സേലത്തൊരു ടെക്സ്റ്റൈൽസ് നടത്തുന്നു. പേരിന്ദുചൂടൻ. അയാൾ വേറൊരാളെ വിളിച്ച് വിപിനെ കാണിച്ചു കൊടുത്തു. ഇന്ദുചൂടന്റെ ഉറ്റത്തോഴൻ വിക്രമൻ. രണ്ടുപേരും കൂടി നടത്തുന്ന വസ്ത്രശൃംഖലയാണ് സേലത്തുള്ളത്. ഇന്ദുചൂടൻ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ഉറ്റ ചങ്ങാതിമാർ. വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയ ബിസിനസ്സായിരുന്നു വസ്ത്രവ്യാപാരം. ആദ്യം തിരുപ്പൂരിൽ നിന്ന് തുടങ്ങിയ വ്യാപാരം പിന്നീട് സേലത്തിലേക്ക് മാറ്റി. രണ്ടുപേരും ഒരുമിച്ച് കല്യാണം കഴിച്ചു. മക്കളും ഏകദേശം ചെറിയ വ്യത്യാസത്തിൽ ജനിച്ചു. ഇന്ദുചൂടന് പെൺകുട്ടിയും വിക്രമന് ആൺകുട്ടിയും, ചിത്രയും കാർത്തിക്കും. എന്തിനും ഏതിനും ചിത്രയ്ക്ക് കൂട്ട് കാർത്തികായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിലും എല്ലായിടത്തും. വളരും തോറും അവർ തമ്മിലുള്ള ബന്ധത്തിന് അവർ തന്നെ പുതിയൊരു പേര് നൽകി, പ്രണയം. ഒരാൾക്ക് മറ്റൊരാളെ ഇത്രയും ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയുമോ എന്നറിയില്ല. ഒരു തരത്തിലും സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യാത്ത പവിത്രമായ ബന്ധമായിരുന്നു അവരുടേത്. പഠിത്തം കഴിഞ്ഞ് അവരെ തന്നെ ബിസിനസ് ഏൽപ്പിച്ച് കല്യാണം കഴിപ്പിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ എല്ലാം ഞങ്ങളുടെ എല്ലാം നശിപ്പിച്ചില്ലേ ഈ നികൃഷ്ട ജന്മങ്ങൾ? പറയുകയും വീണ്ടും വീണ്ടും വിപിനെ ഇന്ദുചൂടൻ പ്രഹരിച്ചു. വിപിന്റെ ബോധം പോയി. രുദ്രൻ മാർട്ടിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. മാർട്ടി വേഗം എവിടെയോ പോയി നല്ല തിളച്ച വെള്ളം എടുത്തുകൊണ്ട് വന്നു. മാർട്ടിയോട് രുദ്രൻ കണ്ണു കാണിച്ചു. മാർട്ടി വിപിന്റെ മുഖത്തേക്ക് തന്നെ ആ ചൂടുള്ള വെള്ളമെടുത്ത് ഒഴിച്ചു. വിപിന്റെ മുഖം പൊള്ളിപ്പോയി. എബിന്റെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. വിപിന്റെ കണ്ണുകൾ ഏറെ പണിപ്പെട്ടവർ തുറപ്പിച്ചു. ഇന്ദുചൂടൻ ബാക്കി പറയാൻ നിന്നു. ഞങ്ങളുടെ ഭാര്യമാർ ആദ്യമായി എതിർത്തു നിന്നത് അവരുടെ പഠിത്തത്തിന്റെ കാര്യത്തിനായിരുന്നു. എന്റെ ഭാര്യ മാധവി, ഇവന്റെ ഭാര്യ പ്രേമ, പിന്നെ കാർത്തികിനൊരു അനിയൻ കൂടെയുണ്ട്. അവനാണ് ഗൗരവ്. ഗൗരവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു. ഗൗരവിന്റെ കണ്ണുകൾ വിപിന്റെ അടുത്തായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോളേജ് ഉണ്ടായിരുന്നു. മക്കളുടെ നിർബന്ധപ്രകാരമാണ് എഞ്ചിനീയറിംഗിന് വിട്ടത്. അതും കുറച്ചു ദൂരെയായിരുന്നു. എന്നാലും പോയി വരാം. ആദ്യമായിട്ട് കോളേജിൽ പോകുന്ന ത്രില്ലിലായിരുന്നു രണ്ടുപേരും. 2 ആഴ്ച നന്നായി തന്നെ പോയി. അതിനുശേഷം ഒരു ദിവസം മക്കൾ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു വന്നത്. ചോദിച്ചപ്പോൾ റാഗിംഗ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം കാര്യമാക്കാൻ പോയില്ല. പക്ഷേ കാർത്തികിനായിരുന്നു ദേഷ്യം. പിന്നീടാണ് അറിഞ്ഞത് മോള് കംപ്ലൈന്റ് കൊടുത്തതിന് അവർക്ക് സസ്പെൻഷൻ കിട്ടിയെന്ന്. കോളേജിൽ പോയി അവരെക്കുറിച്ച് അന്വേഷിച്ചു. ഒരു തമിഴനും പിന്നെ 2 മലയാളികളും. അവർക്ക് 2 ആഴ്ചത്തേക്കായിരുന്നു സസ്പെൻഷൻ. കോളേജ് പ്രിൻസിപ്പൽ വിക്രമനെ അറിയാവുന്ന ആളായതുകൊണ്ട് പിള്ളേരെക്കുറിച്ച് നല്ലോണം അറിയാൻ കഴിഞ്ഞു. ആ 2 ആഴ്ചക്കാലം മക്കൾ ഒന്നും അറിയാതെ സന്തോഷമായി തന്നെ ഇരുന്നു. അറിഞ്ഞില്ല ഒരിക്കലെല്ലാം നഷ്ടമാകുമെന്ന്. ആ നശിച്ച ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ കരിനിഴലായി വന്ന നാൾ. ഇന്ദുചൂടൻ കണ്ണുകൾ ഇറുക്കെ അടച്ചു.
കൈകൾ വായിൽ കൊണ്ടുവന്ന് അടച്ചു പിടിച്ചു. കണ്ണുകൾ തുറന്നു നോക്കിയത് വിപിനെ. അടങ്ങാത്ത ദേഷ്യത്തോടെ അയാൾ വീണ്ടും വീണ്ടും അടിച്ചു. നീയൊക്കെ കൂടി നശിപ്പിച്ചത് എത്ര കുടുംബങ്ങളെയാണെന്നറിയാമോ? രുദ്രൻ അയാളെ പിടിച്ചു മാറ്റി. വിപിന്റെ ശരീരം കുഴഞ്ഞ പരുവത്തിലായി. ഇന്ദുചൂടൻ വീണ്ടും ഓർമ്മകളുടെ ചുഴിയിൽ അകപ്പെട്ടു. അദ്ദേഹത്തിന് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. വിക്രമൻ ഇത് മനസ്സിലാക്കി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ശേഷം വിക്രമൻ പറയാൻ തുടങ്ങി. അന്നൊരിക്കൽ രണ്ടുപേരും സിനിമ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഒറ്റയ്ക്ക് പോയി. അന്നവർ തിരിച്ചു വന്നില്ല. സമയം കഴിയുന്തോറും ഞങ്ങൾക്ക് പേടിയായി. പോലീസിനെ വിളിച്ചു. അവർക്ക് കംപ്ലൈന്റ് കൊടുത്തു. രാവിലെ ഞങ്ങളെയും കൂട്ടി കോളേജിലെ മെൻസ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഞങ്ങളുടെ പൊന്നോമനകളെ കണ്ടു. മക്കളെ സ്നേഹത്തോടെ വളർത്തുന്ന ഒരു മാതാപിതാക്കളും അങ്ങനെ ഒരു കാഴ്ച കണ്ടു നിൽക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ. വിക്രമന്റെ വാക്കുകൾ മുറിഞ്ഞു. നെഞ്ചിൽ കൈവച്ച് കരഞ്ഞുപോയി. ശ്വാസം വലിച്ചെടുത്ത് വിക്രമൻ തുടർന്നു. മക്കളെ കെട്ടിത്തൂക്കിയിരുന്നു. പോലീസ് വന്ന് അവരെ താഴെ ഇറക്കി. ഇവരെ കൊണ്ടുപോയി. അവർ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പാണ്. പിന്നെ അവരുടെ ബന്ധവുമെല്ലാം പോലീസിനെ അറിയിച്ചു. ഞങ്ങളുടെ ഭാര്യമാർ ഒരക്ഷരം പറയാതെ കഴിച്ചുകൂട്ടി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഞങ്ങൾ അവരെ രണ്ടുപേരെയും ഒരുമിച്ച് പറഞ്ഞയച്ചു. വിക്രമൻ രുദ്രന് നേരെ തിരിഞ്ഞു. സാറിന് മക്കളുണ്ടോ? രുദ്രൻ അതേന്ന് തലയാട്ടി. ആ മക്കള് മരിച്ചുപോയാ, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്ന സാറ് വെറുതെ ഇരിക്കോ? ഇല്ല, അതെ, ഒരിക്കലും വെറുതെ ഇരിക്കില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞങ്ങളുടെ മോളുടെ ശരീരത്തിൽ ഡ്രഗ്സ് കയറ്റിയിരുന്നു. അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തിരുന്നു. ജീവനുണ്ടായിരുന്നു. ഇവരുടെ ആവശ്യം കഴിഞ്ഞപ്പോ എന്തോ ഒരു ഇരുമ്പ് തണ്ടുകൊണ്ട് തലക്കടിച്ചു കൊന്നുകളഞ്ഞു. എന്റെ മോനെയും വെറുതെ വിട്ടില്ല. പ്രകൃതി വിരുദ്ധമായി അവനെയും അവരുപയോഗിച്ചു. അവനെയും അതേപോലെ കൊന്നു. റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? പൊന്നുപോലെ വളർത്തിയ മക്കളെ ക്രൂരമായി കൊല്ലുക എന്ന ആർക്കാണ് സാറേ സഹിക്കുക? സഹിച്ചില്ല, പൊരുതി. നിയമത്തിന് ആദ്യം വിട്ടുകൊടുത്തു. വിക്രമൻ വിപിന് നേരെ തിരിഞ്ഞു. ഇവന്റെ അച്ഛൻ എന്ന നികൃഷ്ട ജന്മത്തിനെ അപ്പോഴാണ് കാണുന്നത്. മകനെ ഇറക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന പിതാവ്. പുച്ഛമായിരുന്നു. കേസ് അട്ടിമറിച്ചു. എന്റെ കുഞ്ഞുങ്ങൾ പരസ്പരം പറയാൻ തന്നെ. വേണ്ട, പറയണ്ട, ഞാൻ പറയാം. രുദ്രൻ ഇടയിൽ കയറി പറഞ്ഞു. കേസിന് നാടാർ വക്കീൽ വാദിയെ പ്രതിയാക്കി. കാർത്തിക് ചിത്രയെ തന്റെ കൂട്ടുകാർക്ക് കാഴ്ചവെച്ചതായും രണ്ടുപേരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായും ഇരുവരും തമ്മിൽ പ്രശ്നം വന്നപ്പോ പരസ്പരം അടിച്ചു കൊന്നു. ഇതിനെല്ലാം കൂട്ടുനിന്ന കൂട്ടുകാരിലൊരാൾ തങ്ങളെ സ്വയം രക്ഷിക്കാൻ വേണ്ടി കെട്ടിത്തൂക്കിയെന്ന് വരുത്തി തീർത്തു. ഏതോ ഒരു പയ്യനെ മാപ്പുസാക്ഷിയാക്കി. കേസ് തന്നെ മാറി മറിഞ്ഞുപോയി. ആ പറഞ്ഞ നുണക്കഥ യാഥാർത്ഥ്യമാക്കാൻ ഒരുപാട് കള്ളത്തെളിവുകൾ നാടാർ വക്കീൽ കോടതിയിൽ കാഴ്ചവെച്ചു. അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മകന്റെ ശരീരത്തിൽ ഒരു പ്രകൃതി വിരുദ്ധമായ ഒന്നും നടന്നിട്ടില്ല എന്നും വരുത്തി തീർത്തു. എന്തൊക്കെ പ്രഹസനങ്ങളാണ് വിപിനെ തന്റെ അച്ഛൻ കാണിച്ചു കൂട്ടിയത്. അവരങ്ങനെ പറയുമ്പോഴേക്കും ഗോഡൌണിന്റെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് 2-3 പേരങ്ങോട്ടെത്തി. അവരെ കണ്ടപ്പോൾ വിക്രമന്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. വിക്രമനും ഇന്ദുചൂടനും വരുന്നവരെ കണ്ട് ആശ്ചര്യത്തോടെ നോക്കി. ഞൊടിയിടയിൽ ആ ഭാവം മാറി ക്രൂരത നിറഞ്ഞു. നാടാർ വക്കീലും അലക്സും പിന്നെ ജിൻഡോയുമായിരുന്നു. വരണം വരണം മുരളീധര നാടാർ, നിങ്ങളെ ആയിരുന്നു ഞങ്ങൾ ഏറെ നേരമായിട്ട് കാത്തിരുന്നത്. നോക്കിക്കേ, നിങ്ങൾ പൊന്നുപോലെ വളർത്തിയ മകൻ കിടക്കുന്നത്. വിക്രമൻ ചൂണ്ടിയിടത്തേക്ക് നോക്കിയപ്പോൾ മുഖമാകെ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന വിപിനെ കണ്ട് മുരളിക്ക് ദേഷ്യം കയറി. ഡാ, എന്റെ കുഞ്ഞിനെ ആരാടാ ഈ കോലത്തിലാക്കിയത്? ഒരൊറ്റ എണ്ണത്തിനും വെറുതെ വിടില്ല ഞാൻ. നിന്ന് ചെലക്കാതെ മാറി നിക്കടോ. തന്റെ മകൻ മരിക്കുന്നത് കൺകുളിർക്ക കണ്ടോ? എന്തു പറഞ്ഞടാ നായെ? മുരളി ചീറിക്കൊണ്ട് വിക്രമന്റെ അടുത്തേക്ക് പാഞ്ഞു. പെട്ടെന്നൊരു കൈ അയാളെ തടഞ്ഞു. സംഹാരരുദ്രയായി നിൽക്കുന്ന തേജുവിനെ കണ്ടപ്പോൾ വക്കീൽ 2 അടി പിന്നോട്ട് വെച്ചു. എന്റെ അങ്കിളിനെ തൊടാൻ നീ ആരാടാ എന്ന് പറഞ്ഞുകൊണ്ട് തേജു മുഷ്ടി ചുരുട്ടി വക്കീലിന്റെ മർമ്മത്തിൽ നോക്കി ഒരു പഞ്ചു കൊടുത്തു. വയറും പൊത്തി താഴേക്കിരിക്കുന്ന വക്കീലിനെ രുദ്രനും മാർട്ടിനും ചേർന്ന് പിടിച്ചു വലിച്ച് ഒരു കസേരയിലിരുത്തി കെട്ടിയിട്ടു. വക്കീലിനെ കൊണ്ടുവന്ന ജിൻഡോയും അലക്സും തേജുവിന്റെ ദേഷ്യം കണ്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു. രുദ്രൻ തേജുവിനെ മാറ്റി നിർത്തി. അവളെ പിടിച്ചു മാറ്റാൻ രുദ്രൻ കുറച്ച് പണിപ്പെട്ടു. തേജു, മിണ്ടാതിരുന്നാ നിന്റെ പേര് കേസെടുക്കില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. സന്തോഷ് ഡോക്ടർ അവളുടെ അടുത്ത് നിന്ന് കൈപിടിച്ച് വേണ്ട എന്ന് പറഞ്ഞു കൊടുത്തു. തേജു മെല്ലെ അടങ്ങി. രുദ്രൻ വിക്രമന് നേരെ തിരിഞ്ഞു. നിങ്ങൾ വിചാരിച്ച ആളും എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി പറഞ്ഞോളൂ, സമയം വളരെ കുറവാണ്. വിക്രമൻ വക്കീലിനെ നോക്കി പുച്ഛിച്ചു. കേസ് അട്ടിമറിച്ച് ഇയാള് ആൽവിനെയും വിപിനെയും പുറത്തിറക്കി. സെന്തിൽ അവനെ അവന്റെ അച്ഛനും ഇറക്കി. കേസിലെ മാപ്പുസാക്ഷിയായി ഇയാൾ ഏർപ്പാടാക്കിയ പയ്യൻ ആത്മഹത്യ ചെയ്തു.
ആ പയ്യന്റെ അച്ഛൻ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അവൻ എഴുതിയ ഒരു കത്തുമായാണ് ഞങ്ങളുടെ അടുത്തേക്ക് ആ പിതാവ് വന്നത്. അവൻ ഇയാളെ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. കേസിലെ മാപ്പുസാക്ഷിയാകാൻ പറഞ്ഞിട്ട് കുറ്റം അവന്റെ മേലെ ആക്കാൻ പോവുകയാണ് എന്നറിഞ്ഞതും അവന് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. വീട്ടിൽ വന്ന അവൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ തീർത്തും കൈയൊഴിഞ്ഞു. ചെയ്ത തെറ്റിനെ അവന്റെ കുടുംബം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതിൽ മനം നൊന്താണ് അവൻ മരിച്ചത്. അവൻ എഴുതിയ എഴുത്തിൽ ഈ നാരദന്മാർ ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ സാക്ഷിയായിരുന്നു. ഹോസ്റ്റലിൽ അവന്റെ തൊട്ടടുത്ത മുറിയാണ് ആൽവിന്റെയും വിപിന്റെയും. അന്ന് രാത്രി എല്ലാ പയ്യന്മാരും ഉറങ്ങിയതിനു ശേഷമാണ് ചിത്രയെയും കാർത്തികിനെയും ഇവർ കൊണ്ടുവന്നത്. പൂർണ്ണമായും മയങ്ങിയ അവസ്ഥയായിരുന്നു കാർത്തികിൻ്റെത്. അവൻ ഉണരാൻ തുടങ്ങിയപ്പോൾ തന്നെ അവന്റെ തലയിലേക്ക് ഇരുമ്പ് തണ്ട് കൊണ്ട് അടിച്ചു. അവൻ വീണു. ഇത് കണ്ടുകൊണ്ടാണ് ചിത്ര മയക്കം വിട്ടെഴുന്നേറ്റത്. അവൾ അവന്റെ അടുത്തേക്ക് നിരങ്ങിപ്പോയപ്പോഴേക്കും സെന്തിൽ അവളുടെ മുടി പിടിച്ച് വലിച്ച് കട്ടിലേക്കിട്ടു. അവളുടെ കൈ രണ്ടും കൂട്ടിക്കെട്ടി രണ്ടിലും എന്തോ ഒന്ന് കുത്തിക്കയറ്റി. അവൾ ഞൊടിയിടയിൽ അർദ്ധബോധരഹിതയായി. ഒരു മുളക്കം മാത്രം വല്ലപ്പോഴും കേൾക്കും. വിപിനും സെന്തിൽ ഇഞ്ചക്ഷൻ കൊടുത്തു. ആൽവിൻ നല്ലോണം അടിച്ചിരുന്നു. അതിനിടയിലാണ് ഇഞ്ചക്ഷൻ ചെയ്തത്. 3 പേരും മാറി മാറി അവളിൽ ആധിപത്യം സ്ഥാപിച്ചു. അവസാനം കാർത്തികിനെ തലക്കടിച്ച അതേ ഇരുമ്പ് തണ്ടുകൊണ്ട് അവളുടെ തലയിലേക്ക് 3 തവണ പ്രഹരിച്ചു. അവസാനം പരിപൂർണ നഗ്നയാക്കി തന്നെ അവളെ കെട്ടിത്തൂക്കി. കാർത്തികിന് എന്താ ചെയ്തതെന്ന് അവന് തന്നെ വ്യക്തമായില്ല. അവനെയും അവർ കെട്ടിത്തൂക്കി. വാതിൽ ചാരിയതുകൊണ്ടാണ് ആ പയ്യൻ ഇതെല്ലാം കണ്ടത്. അവൻ തന്നെയാണ് പുലർന്ന സമയത്ത് പോലീസിനെ വിളിച്ചതും. ശേഷം അവൻ കോടതിയിൽ മൊഴി പറയാനായി വന്ന ദിവസം ഈ വക്കീൽ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റി പറയിപ്പിച്ചു. അതിനുശേഷമാണ് അവൻ ആത്മഹത്യ ചെയ്തത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടാൻ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടുപോയി. അതിനുശേഷം സെന്തിൽ പുറത്തു വന്നു. അവനെ ഞങ്ങൾ കടത്തിക്കൊണ്ടുപോയി. അവന്റെ ജനനേന്ദ്രിയം തന്നെ മുറിച്ചു മാറ്റി. അവൻ കാരണമല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തു നിന്ന് തന്നെ പോയത്. അവനെ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. പിന്നെ ആൽവിനെയും ഇവനെയും ഒരുപാട് തെരഞ്ഞു. ഇവിടേക്കും വന്നിരുന്നു. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഞങ്ങളെ കാണാൻ വന്നു. ഞങ്ങളുടെ കുട്ടികളുടെ മരണത്തിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. ആദ്യം ഞങ്ങൾ ഉത്തരം പറയാൻ മുഖം കൊടുത്തില്ല. പിന്നീട് ആൽവിന്റെയും വിപിന്റെയും കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പറയാൻ മനസ്സ് വന്നത്. ആ കുട്ടിയാണ് നിതാര. നല്ലൊരു പെൺകുട്ടി. ഒരു 6 മാസം കൊണ്ട് തന്നെ അവൾ എല്ലാ തെളിവുകളും ഉണ്ടാക്കി ഞങ്ങളെ കാണാൻ വന്നു. ഗൗരവ് അന്ന് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ഉറ്റ ചങ്ങാതിയാണ് സന്തോഷ് ഡോക്ടർ. അവന്റെ വീട്ടിൽ നിന്നാണ് ഗൗരവ് പഠിക്കാൻ പോയത്. ഒരു മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് അടുത്ത മകനെ കൂട്ടിലിട്ട് വളർത്താനേ നോക്കാറുള്ളൂ. പക്ഷേ ഗൗരവിനെ അങ്ങനെ വളർത്താൻ ഞങ്ങൾ ഒരുക്കമായിരുന്നില്ല. അവനെ പഠിക്കാൻ വിട്ടു. അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുമായിരുന്നു അവന്റെ കൂട്ടുകാരെക്കുറിച്ച്. വാതോരാതെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വന്ന പേരാണ് തേജസ്വിനി എന്ന തേജു. മിതഭാഷി. ഹൃദയത്തിന് ജന്മനാ തകരാർ സംഭവിച്ച കുട്ടി. എന്തോ ഞങ്ങൾക്ക് അവളെക്കുറിച്ച് അറിയുമ്പോഴൊക്കെ ഞങ്ങളുടെ ചിത്രമോളെ ഓർമ്മ വരാൻ തുടങ്ങി. നിതാര എന്നും വിളിക്കുമായിരുന്നു. അവളുടെ കുടുംബത്തെക്കുറിച്ചും പഠിത്തത്തെക്കുറിച്ചും അവളുടെ ഇഷ്ടങ്ങളെക്കുറിച്ചുമെല്ലാം ഞങ്ങളോട് പറഞ്ഞു. കൂടാതെ അവളുടെ ശത്രുവായ ആൽബിന്റെ കുടുംബത്തെക്കുറിച്ചും അവൾ എന്നും പറയുമായിരുന്നു ജീവൻ പണയം വെച്ച കളിയാണെന്ന്. അങ്ങനെ ഇരിക്കെയാണ് നിതാര ചിത്തുവിന്റെ കേസ് റീഓപ്പൺ ചെയ്യാൻ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കുന്നത്. അത് അപ്രൂവ് ആവാൻ സമയമെടുക്കുമെന്ന് കരുതി നിതാര ബാംഗ്ലൂരിലേക്ക് പോവാൻ തീരുമാനിച്ചു. അവൾ വരുന്ന ദിവസം കോടതിയിൽ നിന്നും അപ്രൂവ് ചെയ്തു എന്നുള്ള ശുഭവാർത്തയാണ് ഞങ്ങൾക്ക് അവസാനമായി കേൾക്കാൻ സാധിച്ചത്. അന്ന് രാത്രിയാണ് അവൾക്ക് ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ് ഞങ്ങൾക്ക് ഫോൺ ചെയ്തത്. ഞങ്ങൾ കോയമ്പത്തൂരിലെത്തുമ്പോഴേക്കും അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. അവളുടെ കൂടെ തേജുവും ഉണ്ടായിരുന്നു എന്ന് സന്തോഷ് പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. നിതാരയുടെ ഹൃദയം തേജുവിന് കൊടുത്തു എന്നറിഞ്ഞതും ഞങ്ങൾക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. നിതാരയുടെ അടക്കം ഞങ്ങൾ കണ്ടിരുന്നു. നെഞ്ചു പൊട്ടിപ്പോവും. ഭാവ എബ്രഹാം മകളെ പൊന്നുപോലെ നോക്കിയിട്ട് അവസാനം ജീവനില്ലാതെ കാണേണ്ടി വരുന്ന കാഴ്ച നിങ്ങൾക്കറിയില്ല. ഞങ്ങളിന്ന് വേദനയോടെയാണ് മടങ്ങിയത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് സന്തോഷിന്റെ അടുത്തു നിന്നും ഒരു വിളി വന്നു. സന്തോഷിന്റെ സുഹൃത്താണ് മാത്യു ഡോക്ടർ. ആ ഡോക്ടറിന്റെ കുടുംബ സുഹൃത്താണ് എബ്രഹാം ജോസഫ്. അന്ന് സന്തോഷിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച, ശരീരത്തിൽ ജീവനുണ്ടോ എന്ന് ചോദിച്ച ഉണ്ട് എന്ന് പറയാം. ആ സ്ഥിതിയിലേക്ക് പരിണമിച്ചിരുന്നു എബ്രഹാമിന്റെ അവസ്ഥ. അദ്ദേഹത്തിന് ഈ അവസ്ഥയുടെ കാരണക്കാരൻ ഈ നാടാർ വക്കീലിന്റെ മകനാണെന്ന് അറിഞ്ഞ നിമിഷം ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഇത്രയും ക്രൂരത കാണിച്ചവർക്ക് നല്ലൊരു പാഠം പഠിപ്പിക്കണമെന്ന്. ആദ്യം ഞങ്ങൾ എബ്രഹാമിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഒരു ലെറ്റർ എഴുതിപ്പിച്ചു. ശേഷം മാത്യു ഡോക്ടറിന്റെ സ്വാധീനം വെച്ച് മുഖ്യമന്ത്രിയുടെ അടുത്തുപോയി കാര്യങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹം അത് രഹസ്യമായി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാമെന്നും തീരുമാനിച്ചു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എബ്രഹാം മരിച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പല പദ്ധതികൾ ആവിഷ്കരിച്ചു.
അതിലൊന്നാമത്തെയാണ് തേജു. തേജുവിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് ഗൗരവ് പറഞ്ഞപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല. പക്ഷെ സന്തോഷവും തോന്നി. ഇതെല്ലാം അറിഞ്ഞപ്പോൾ അവളെ കാണാൻ ഒരു ദിവസം അവളുടെ അടുത്തേക്ക് പോയി. ശരിയായിരുന്നു, അവൾ അന്ന് നിതാരയുടെ പിന്നിലായിരുന്നു. ഞങ്ങൾക്കും അത് തന്നെയായിരുന്നു വേണ്ടത്. അവളെ മാർഷൽ ആർട്സ് പഠിപ്പിച്ചു, യോഗ പഠിപ്പിച്ചു. മാത്യു ഡോക്ടറുടെ സ്വാധീനത്താൽ അവൾ ആദ്യമായി അലക്സിന്റെ അടുത്തേക്ക് വന്നു. അവൾ ഇവിടുത്തെ ഓരോ കാര്യവും പറയുമ്പോൾ ഞങ്ങളുടെ രക്തം തിളയ്ക്കുകയായിരുന്നു. എന്തിനും ഏതിനും അവൾക്ക് കൂട്ടായി ഗൗരവും പിള്ളേരും ഉണ്ടായിരുന്നു. അവൾ ഇവിടെ നിന്നും കൊണ്ടുവന്ന കേസുകളുടെ ഫയലുകൾ പഠിച്ചപ്പോൾ തന്നെ മനസ്സിലായിരുന്നു നിതാര ആൽവിന്റെ പിന്നാലെ ആയിരുന്നു എന്ന്. തേജു തിരിച്ചു വന്നു. ജോർജ് കുട്ടിയുടെ മക്കളെ ടാർഗറ്റ് ചെയ്തു. എബിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം ഹാക്ക് ചെയ്തു. അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഏട്ടന്റെ തനി പകർപ്പാണ് അനിയനുമെന്ന്. മയക്കുമരുന്നിന്റെ ബിസിനസ് ആയിരുന്നു അനിയനും. ജോർജ് കുട്ടി നടത്തുന്ന എല്ലാ ഹവാല ഇടപാടിനും ചുക്കാൻ പിടിക്കുന്നത് എബിനാണെന്ന് മനസ്സിലായി. വിപിനെ ഞങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് മാത്യു ഡോക്ടർ തേജുവിനെ മാളിയേക്കലിലേക്ക് ഇന്റേൺ ആയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്. അതിനവളെ ഒരു സുരക്ഷിത സ്ഥലമായി തേജുവിന്റെ അച്ഛന്റെ സുഹൃത്തിനെ തന്നെ തെരഞ്ഞെടുക്കാനും പറഞ്ഞു. അങ്ങനെ ഉണ്ണിയുടെ വീട്ടിലായി തേജു. ജിത്തുവുമായി കൂട്ടുകൂടിയതും ആൽവിനെക്കുറിച്ച് അന്വേഷിച്ചതുമൊക്കെ നിതാര തന്റെ ഉള്ളിലുള്ളതുകൊണ്ടാണെന്ന് വരുത്തി തീർത്തു. പിന്നീട് ആൽവിനെ ഒരിക്കൽ അവൾ കണ്ടു. അവന്റെ പോക്കും വരവുമെല്ലാം അവൾ അപ്പപ്പോ ഞങ്ങൾ അറിയിച്ചു. അവൻ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളെല്ലാം കാണാപ്പാടമായിരുന്നു. അവന്റെ ലീലാവിലാസങ്ങൾക്കായി മാസത്തിലൊരിക്കൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് അവൻ പോകാറുണ്ട്. അവിടെ അന്ന് അവൻ പോയി വരുന്നതിന്റെ തലേ ദിവസം അവളെ പോയി കണ്ട് സംസാരിച്ച് ശരിയാക്കി വെച്ചു. അവൻ അടുത്ത ദിവസം രാത്രി വന്നു. കുടിച്ച് ബോധം കെട്ട നിലയിലായപ്പോൾ അവന്റെ ശരീരത്തിലേക്ക് മുന്തിയ ഇനം ഡ്രഗ്സ് ഹൈ ഡോസിൽ കുത്തിവെച്ചു. അവന്റെ ഫോണിലേക്ക് എബിന്റെ ശബ്ദത്തിൽ ജിത്തുവിനെ കൊണ്ട് വിളിപ്പിച്ചു. പാതിബോധത്തിലായിരുന്ന അവൻ ഫോൺ എടുത്തു. മറുപുറത്തു നിന്നും ജിത്തു നിതാരയുടേത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു. അതൊരു പെൺകുട്ടി സാക്ഷിമൊഴിയായി തമിഴ്നാട്ടിൽ നിന്ന് പോലീസിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് വെപ്രാളത്തിൽ അവൻ വണ്ടി ഓടിക്കുമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ തന്നെ ഓടിക്കുകയും ചെയ്തു. അവനെ വണ്ടി ഇടിപ്പിച്ചത് ഗൗരവായിരുന്നു. ആ വണ്ടിയിൽ തേജുവിന്റെ കൂടെ ഗൗരവും ഉണ്ടായിരുന്നു. അവന്റെ വണ്ടി ഒന്ന് തട്ടിയപ്പോൾ വണ്ടി കൺട്രോളിലാക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ ഗൗരവ് വണ്ടി ആൽവിന്റെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഗ്ലാസ് താഴ്ത്തി. തേജുവിനെ കണ്ട് ആൽവിന്റെ കണ്ണു വിടർന്നു. അവൻ കാറുമായി അവരെ ഇടിക്കാൻ വന്നപ്പോൾ ഗൗരവ് കാറ് റേസ് ചെയ്ത് മുന്നോട്ടുപോയി. കാറൊന്ന് വട്ടം കറക്കി ആൽവിന്റെ കാറിനെ ലക്ഷ്യം വെച്ച് വണ്ടി മുന്നോട്ടെടുത്തു. ആൽവിൻ അവന്റെ കാറ് വിട്ടിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ അവന്റെ കാറ് മറിഞ്ഞു. അവൻ ചാവരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതാണ് അവനെ രക്ഷിച്ചത്. ആംബുലൻസിൽ കയറ്റിയ ആൽവിന്റെ ശരീരത്തിൽ ഞങ്ങളുടെ നിർദ്ദേശപ്രകാരം അതിലെ നഴ്സ് ഒരു മരുന്ന് കുത്തിക്കയറ്റി. ആൽവിന്റെ ശരീരം മുഴുവനായി തളർന്നു. ഹോസ്പിറ്റലിലെത്തിച്ച ആൽവിനെ കണ്ട് ജോർജ് കുട്ടി നെഞ്ചു പൊട്ടി നിൽക്കുന്ന കാഴ്ച ഞങ്ങൾ നല്ലോണം ആസ്വദിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് വിവരം ലഭിക്കുന്നത് ക്രൈംബ്രാഞ്ചിൽ നിന്നൊരാൾ എബ്രഹാമിന്റെയും നിതാരയുടെയും കേസ് അന്വേഷിക്കാൻ വരുന്നുണ്ടെന്ന്. രുദ്രൻ സാർ വന്നതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഞ്ജലിയുടെ വർത്തമാനങ്ങൾ കേൾക്കുന്നത്. ആൽവിനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോഴാണ് വിപിനെ കുറിച്ചും അറിഞ്ഞത്. വിപിൻ മാളിയേക്കലിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് തേജു പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഇവൻ ഓഫീസിൽ വന്നതിനു ശേഷം എബ്രഹാമിന് സംഭവിച്ചതൊക്കെ ഞങ്ങൾ അറിഞ്ഞെങ്കിലും ഇവനാണ് എബ്രഹാമിന്റെ മരണത്തിന് പിന്നിൽ എന്നറിഞ്ഞപ്പോ ഞങ്ങൾ ഇവന്റെ പിന്നിലുമായി. ആൽവിന്റെ ഫിസിയോ ചെയ്യുന്ന ദിവസം തേജു പോയി മുഖാമുഖം കണ്ടപ്പോ അവന്റെ മരണവെപ്രാളമൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. രണ്ടാം ദിവസം അവനെ വീണ്ടും കൊണ്ടുവന്നപ്പോ ഞങ്ങൾ ഉറപ്പിച്ചതാണ് അവന്റെ മരണം. മനഃപൂർവ്വമാണ് അന്ന് തേജു വൈകി വന്നത്. ഫിസിയോ മുറിയിൽ മാത്യുവിന്റെ മകളുണ്ടായിരുന്നു. അവളുടെ കൈകളിൽ ഒരു എംപ്റ്റി സിറിഞ്ച് കൊടുത്തു. കൈയിലേക്ക് കുത്തിക്കയറ്റി. അവന്റെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തിപ്പോയി. ആ സമയത്താണ് അവന്റെ മുന്നിലേക്ക് ഇന്ദുചൂടനും ഞാനും പോയത്. കൈയിൽ കുത്തിയിറക്കിയ സിറിഞ്ച് ഞങ്ങൾ ഒന്നുകൂടി കയറ്റിയിറക്കി. അവൻ ശ്വാസത്തിനായി പടയുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നു. അവൻ കിടക്കയിൽ നിന്നും മറിഞ്ഞു വീണു. അവസാന ശ്വാസം അവന്റെ ശരീരത്തിൽ നിന്നും പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നിറങ്ങിയത്. ആ ഫിസിയോ മുറിയിൽ നിന്നും വേറൊരു മുറി ഉള്ളിലേക്കുണ്ട്. അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനായി മറ്റൊരു വാതിലുമുണ്ട്. അതിലൂടെ ആയിരുന്നു ഞങ്ങൾ പോയതും വന്നതുമെല്ലാം. അവന്റെ അടക്കം കഴിഞ്ഞപ്പോഴായിരുന്നു ആൽവിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആള് വർഗീസ് ഡോക്ടറെ വിളിപ്പിച്ച് കാര്യം പറഞ്ഞത്. വർഗീസ് ഡോക്ടർ വന്നപ്പോഴേക്കും അഞ്ജലിയുടെ സുഹൃത്ത് ആ ഫൂട്ടേജ് മാറ്റിയിരുന്നു. വിക്രമൻ രുദ്രനെ നോക്കി വീണ്ടും തുടർന്നു. തേജുവിന്റെ ജീവൻ ആപത്ത് വന്നാലോ എന്ന് പേടിച്ചപ്പോ അവളെ മാറ്റാൻ പറഞ്ഞു.
അതിന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം രുദ്രന്റെ കൂടെ തന്നെയാണെന്ന് മനസ്സിലായി. അവള് കളിച്ച നാടകത്തിൽ മാർട്ടിൻ അവസാനം രുദ്രന്റെ പേര് പറഞ്ഞു. അവൾ അവന്റെ വീട്ടിലുമായി. അവൾ അവിടെ നിന്നപ്പോഴായിരുന്നു രുദ്രൻ CCTV ഫുട്ടേജിന്റെ കാര്യം മാർട്ടിനോട് സംസാരിച്ച് കേൾക്കുന്നത്. അവൾ രുദ്രന്റെ കയ്യിലുണ്ടായിരുന്ന പെൻഡ്രൈവിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തി എല്ലാം ഒന്ന് വിശകലനം ചെയ്തു. ആരുടെയും മുഖം അതിൽ പതിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കി. എന്നാൽ ഇന്ന് സത്യത്തിൽ ഇവന് മരണഭയമുണ്ടാക്കാനാണ് തീരുമാനിച്ചത്. അതിനായി തന്നെ വിപിന്റെ വീടിന്റെ ഒരു രൂപരേഖ കയ്യിലുണ്ടായിരുന്നു. തേജു ഇന്ന് സന്ധ്യയ്ക്ക് അടുക്കളവാതിലിലൂടെ അകത്ത് ചെന്ന് വാതിലിന്റെ മറവിൽ ഒളിച്ചിരുന്നു. വിപിൻ രാത്രി പെട്ടെന്ന് ഉറക്കമായപ്പോൾ അവന്റെ മുറിയിൽ ചെന്ന് രക്തം തറയിലൊഴിച്ചു. കൃത്യം അവന്റെ കാലു നിലത്തുകുത്തുന്ന സ്ഥലത്താണ് രക്തമൊഴിച്ചു വെച്ചത്. പിന്നെ ഹാളിലും. കൂടാതെ ഒരു കവറുമിട്ടു. അവനത് കണ്ട് പേടിക്കണം. എന്നിട്ട് ഞങ്ങൾ അവന്റെ മുന്നിൽ വരാമെന്നും തീരുമാനിച്ചിരുന്നു. എന്നിട്ടാവാം അവന്റെ മരണം തീർച്ചപ്പെടുത്തുന്നത് എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ആ പ്ലാനാണല്ലേ ഞാനിപ്പോ പൊളിച്ചത്. ഇടയിൽ കയറി രുദ്രൻ അങ്ങനെ പറഞ്ഞു വന്നപ്പോ വിക്രമനും ഇന്ദുചൂടനും സന്തോഷ് ഡോക്ടറുമെല്ലാം തലയാട്ടി. നിങ്ങൾ നിങ്ങളുടെ പ്ലാനുകളെല്ലാം പറഞ്ഞു. ഇനി ഞാൻ എങ്ങനെ നിങ്ങളുടെ പ്ലാൻ കണ്ടുപിടിച്ചു എന്നുള്ളതും എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു എന്നതും അറിയണ്ടേ? എല്ലാവരും തലയാട്ടി. രുദ്രൻ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാൻ എല്ലാവരും കാതോർത്തു. രുദ്രൻ തേജുവിനെ കൈകാട്ടി വിളിപ്പിച്ചു. അവൾ അവന്റെ അടുത്തേക്ക് പോയി. ദാ, ഇവള് കാരണമാണ് ഞാൻ ഈ കേസ് കൂടുതൽ അന്വേഷിച്ചത്. തേജുവോ? എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അതെ, ഇവള് തന്നെ. കുറച്ച് കൂടുതലുണ്ട് പറയാൻ. ഞാൻ തൃശ്ശൂരായിരുന്നു 1 വർഷത്തോളം. അതിന്റെ ഇടയിൽ എനിക്ക് കേസന്വേഷണത്തിന്റെ ഭാഗമായി 1-2 സ്ഥലത്തേക്ക് പോകേണ്ടിയും വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഞങ്ങളുടെ സുപ്പീരിയർ ഓഫീസർ എന്റെ കയ്യിലേക്ക് നിതാരയുടെ ഫയൽ ഏൽപ്പിക്കുന്നത്. ഈ നിതാര ആളൊരു ജിന്നാണ്. സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ അന്വേഷിച്ച് സ്വരുക്കൂട്ടിയ എല്ലാ തെളിവുകളും അവൾക്ക് വിശ്വാസമെന്ന് തോന്നുന്ന ഒരാളുടെ കൈ കൊടുത്തു. ആ ആള് നിതാര മരിച്ചു എന്നറിഞ്ഞ നിമിഷം തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന് ഏൽപ്പിച്ചു. വളരെ രഹസ്യമായി തന്നെ. വന്ന ആളുടെ പേരും മേൽവിലാസവും എല്ലാം നുണയായിരുന്നു. എന്നാൽ ആ തെളിവുകളെല്ലാം സത്യമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. അത് ആദ്യം അന്വേഷിച്ചത് ഇവിടെയുള്ള ഒരാൾ തന്നെയായിരുന്നു. അതിന്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആണ് എബ്രഹാം മരണപ്പെടുന്നത്. എന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വന്നു. തിരുവനന്തപുരത്തേക്ക് പോയ ഞങ്ങളുടെ ഓഫീസർ തിരികെ മടങ്ങിയത് ഭാരിച്ച പണികൾ ഏറ്റെടുത്താണ്. നിതാരയുടെയും എബ്രഹാം ജോസഫിന്റെയും മരണം, നിതാര തുടങ്ങിവെച്ച ഭൂമി നികത്തൽ കേസ്, അങ്ങനെ പലതും. നിതാരയുടെ മരണം പ്രഥമ ദൃഷ്ട്യാ ആക്സിഡന്റ് എന്ന് തോന്നിക്കുന്നതായിരുന്നു. എന്നാൽ അന്ന് ആക്സിഡന്റ് നടന്ന സ്ഥലം കണ്ട് അന്വേഷിച്ച ആൾ തന്നത് തികച്ചും വ്യത്യസ്തമായ റിപ്പോർട്ടായിരുന്നു. ഒരു ട്രക്ക് എതിർദിശയിൽ വന്നിടിക്കുക എന്ന് പറഞ്ഞ ആർക്കായാലും ഒരു സംശയം തോന്നും. ആ ഇടിച്ച വശം, അതിന്റെ വ്യാപ്തി, ഡ്രൈവറുടെ തലക്കടിയേറ്റ ഭാഗം, ഇതെല്ലാം സംശയാസ്പദമായിരുന്നു. ഡ്രൈവറും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. അന്വേഷണം വഴിമുട്ടി. എന്നാലും റിപ്പോർട്ട് ക്ലിയർ ആയിരുന്നു. ആദ്യം അതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് എബ്രഹാമിന്റെ മരണവും കത്തും പിന്നെ തുടർ നടപടി എന്നോണം എബ്രഹാമിന്റെ ബോഡിയിൽ നിന്ന് കണ്ടെടുത്ത വിഷാംശവും എല്ലാം ഞങ്ങളെ ആകെ കുഴപ്പിച്ചു. അങ്ങനെ കുഴഞ്ഞ അവസ്ഥയിലാണ് എന്റെ അടുത്ത് പൂർണ്ണമായുള്ള കേസ് ഫയൽ എത്തുന്നത്. കുറച്ചു ദിവസങ്ങൾ എടുത്തു എല്ലാം ഒന്ന് പഠിച്ചെടുക്കാൻ. എന്നെയും എന്റെ കൂടെയുള്ള ഒരാളെയും ഈ അന്വേഷണം ഏൽപ്പിച്ചു. ഒരാൾ നിതാരയുടെ മരണം നടന്ന സ്ഥലം, പിന്നെ നിതാരയെക്കുറിച്ചുമുള്ള അന്വേഷണം. ഞാൻ പിന്നെ എബ്രഹാമിന്റെ പിന്നാലെയായിരുന്നു. സംഭവം ആദ്യമേ കൊലപാതകം എന്ന് തെളിഞ്ഞു. പക്ഷെ ആര്, എന്തിനു വേണ്ടി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവസാനമായി എബ്രഹാം ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു, രഹസ്യമായിട്ട് ഹൈക്കോടതിയിൽ, ഒരു ഭൂമി നികത്തൽ സംബന്ധിച്ച്. അതിൽ പ്രതികൾ ജോർജ് കുട്ടിയും നാടാർ വക്കീലും. ഞങ്ങള് ജോർജ് കുട്ടിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. അതിൽ നിന്നാണ് ആൽവിൻ, എബിൻ എന്നീ 2 മക്കളിലേക്ക് നീണ്ടത്. ആൽവിൻ കോട്ടയത്ത് റബ്ബർ പ്ലാന്റേഷൻ നടത്തുന്നു. ആർക്കും ഒരു സംശയവും തോന്നില്ല. എന്നാൽ ഒരു ചെറിയ കാര്യത്തിൽ ആൽവിന് പഴിച്ചു. ഈ റബ്ബർ പുറം രാജ്യങ്ങൾക്ക് ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ സ്മഗ്ലിംഗ് ആയിരുന്നു ഒരിക്കൽ ചെയ്തത്. അത് കസ്റ്റംസ് ഓഫീസർ പിടിച്ചിരുന്നു. പക്ഷേ അടിയിലൂടെ പോയി കേസ് ഒതുക്കി. പിന്നീട് പലപ്പോഴായി അതേ ഓഫീസറെ സ്വാധീനിച്ച് ഡ്രഗ്സ് കടത്തി. ആ ഓഫീസർ അടുത്തിടെ അറസ്റ്റിലായി വേറൊരു കേസിൽ. അപ്പോൾ അയാളുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ പിടിച്ചെടുത്തപ്പോഴാണ് അറിഞ്ഞത് ആൽവിനുമായുള്ള ഇടപാട്. അതിനുശേഷം ആൽവിനെ ഞങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ജോർജ് കുട്ടിയുടെ പേര് പല ഏർപ്പാടുകളിലും ബിനാമിയായാണ് ഉള്ളത്. നിജസ്ഥിതിയിൽ നാടാർ വക്കീലിന്റെ പേരാണ് കാണാൻ കഴിഞ്ഞത്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം ഒരിക്കൽ നിതാര കുത്തിപ്പൊക്കി കേസാക്കി. അതിന്റെ വിധി വരുന്നതിന് 2 ദിവസം മുന്നെയാണ് അവൾക്ക് അപകടം നേരിടുന്നത്. അതൊരു ഭാഗം. പിന്നെ അടുത്തടുത്തായി ആൽവിന്റെ മീറ്റിംഗ്, ആരൊക്കെയായി സംസാരിക്കുന്നു എന്നെല്ലാം ഞങ്ങൾ ട്രേസ് ചെയ്തു. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു അറിയാൻ സാധിച്ചത്.
മെയിനായിട്ട് ഡ്രഗ്സ്. അതിൽ കേരളത്തിലേക്കുള്ള ഒഴുക്ക് നിയന്ത്രിക്കുന്നത് ആൽവിനും എബിനും. കോളേജിലെയും സ്കൂളിലെയും വിൽപ്പന, പിന്നെ പെൺപിള്ളാരെ വെച്ച് വിലപേശൽ, ഭൂമാഫിയ, പെൺകുട്ടികളെ കടത്തൽ, അങ്ങനെ നീളുന്നു യഥാർത്ഥ ബിസിനസ്. ഞാൻ ആൽവിനെക്കുറിച്ചും എബിനെക്കുറിച്ചും ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു. അവസാനം എനിക്ക് ഓർഡർ കിട്ടി, സമൂഹത്തിന് വിരുദ്ധമായി എന്തെങ്കിലും തെളിഞ്ഞാൽ പിന്നെ അവരെ ഇല്ലാതാക്കുക. അല്ലേ മാർട്ടിന്? മാർട്ടിൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആൽവിനെക്കുറിച്ചും അവന്റെ പാസ്റ്റിനെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കി. അങ്ങനെയാണത് ചിത്ര കാർത്തിക് കൊലപാതകത്തിൽ എത്തിനിന്നത്. അവിടുന്ന് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി. നിതാര ഇരട്ട കൊലപാതക കേസ്. ചിത്ര, കാർത്തിക്. തമിഴ്നാട് ഹൈക്കോടതിയിൽ കേസ് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്ന്. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അത് തീർപ്പായി കോടതി സമ്മതം കൊടുത്തിരുന്നു. അതിന്റെ കോപ്പി അന്നത്തെ കേസ് വാദിച്ചിരുന്ന നാടാർ വക്കീലിനും പോയി എന്നുള്ള സത്യം പിന്നീടാണ് മനസ്സിലായത്. ആ കേസിന്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടുത്തെ ക്രൈംബ്രാഞ്ചിലുള്ള ഒരാൾ അയച്ചു തന്നിരുന്നു. ഇനി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഇതെല്ലാം കുത്തിപ്പൊക്കിയ ആൽവിനും വിപിനും അകത്താകും. അവരുടെ സ്വത്തുക്കൾ ഫ്രീസ് ചെയ്യും. എറണാകുളത്തെ കേസ് നിതാര ജയിച്ച എന്തുകൊണ്ടും അവർക്ക് തോന്നിക്കാണും നിതാര ഒഴിവായ പിന്നെ ഒരു കേസും ഉണ്ടാവില്ല, അവരുടെ ബിസിനസ് തഴച്ചങ്ങ് വളരുമെന്ന്. അല്ലേ വക്കീലെ? നാടാർ വക്കീൽ തല താഴ്ത്തി. അങ്ങനെ നിതാര ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്നു. അവള് മരിച്ചു. പിന്നെയും ഇവർ നിതാരയുടെ കുടുംബത്തെ വെറുതെ വിട്ടില്ല. എബ്രഹാമിനെ സ്ലോ പോയിസൺ കൊടുത്ത് കൊലപ്പെടുത്തി. അവിടെയും നാടാർ വക്കീലിന്റെ ഒരു ബുദ്ധി. എന്തിനാ വക്കീലെ ഇത്രയും നാറിയ പണികൾ ചെയ്തേ? വക്കീൽ നിശബ്ദനായി. ഓ, പറയാൻ പറ്റില്ല അല്ലേ? എന്നാ ഞാൻ പറയാം. ഒരു പൊസസീവ്നെസ്. നിതാര എന്ന ചെറിയ പെൺകുട്ടി വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള തന്നെ തോൽപ്പിക്കുന്നു, അതും ഒരു നിസ്സാര കേസിൽ. നാണം കിട്ടില്ലേ ഒരു പീറ പെണ്ണിന്റെ മുന്നിൽ? അതിൽ നിന്ന് തുടങ്ങിയ വൈരാഗ്യ ബുദ്ധി അത് പിന്നെ നിതാരയുടെ സ്വത്തിൽ ചെന്നു നിന്നു. ഇട്ടുമൂടാനുള്ള സ്വത്തുക്കളുള്ള മാളിയേക്കൽ ബിസിനസ് ശൃംഖല കയ്യിൽ വന്നാൽ എങ്ങനെയിരിക്കും? ആജീവനാന്തം സുഖമായി കഴിയാം. ആ വിചാരത്തിൽ നിന്ന് തുടങ്ങി പിന്നീടുള്ള ചരടുവലികളെല്ലാം അവളുടെ സ്വത്ത് കൈക്കലക്കാൻ എന്നതിലായി. അവളുടെ സ്വത്ത് മുഴുവൻ നിതാരയുടെയും ജിൻഡോയുടെയും ജിനുവിന്റെയും പേരിലാണ് എന്നറിഞ്ഞു. ആദ്യത്തെ കടമ്പ നിതാര. അവൾ ആക്സിഡന്റിൽ കൊല്ലുന്നു. ശേഷം മകനെ ആ കമ്പനിയിൽ കയറ്റി എബ്രഹാമിനെ കൊല്ലുന്നു. പിന്നെ ഉള്ളത് ജിൻഡോ. അവനെ സോപ്പിട്ട് സ്വത്തുക്കൾ കൈക്കലാക്കാം. കാരണം ബിസിനസിന്റെ കാര്യത്തിൽ ജിൻഡോ കുറച്ച് പിന്നിലാണ്. എളുപ്പത്ത് പറ്റിക്കാം അല്ലെ? അച്ഛനും മകനും തന്ത്രപരമായി കളിച്ചു. പക്ഷേ പാളിപ്പോയി. നിങ്ങൾക്ക് പിഴച്ചത് എവിടേക്കാണെന്ന് പറയാം. ആദ്യം വിപിൻ അവിടെ കയറ്റിയത്. അവൻ ആരുടെ മകനാണെന്ന് എബ്രഹാമിന് നന്നായി അറിയാം. അവൻ പോയിസൺ ചേർക്കുന്നതൊക്കെ എബ്രഹാം ഒരിക്കൽ കണ്ടുപിടിച്ചു. ഏറെ വൈകിപ്പോയിരുന്നു എന്ന് മാത്രം. വക്കീലെ, എബ്രഹാമിന്റെ ക്യാബിനിൽ ഹിഡൻ ക്യാമറ ഉണ്ടായിരുന്നു. അതെല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചതാ. പിന്നെ നിതാരയുടെ തലയിൽ അടിച്ച പാട് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ അത് ആക്സിഡന്റിൽ സംഭവിച്ചതല്ല എന്ന്. അങ്ങനെ കുറച്ചു കാര്യങ്ങളൊക്കെ അബദ്ധങ്ങളായി വന്നു. ഇതെല്ലാം ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ്. നിതാരയുടെ മരണത്തിനു ശേഷം അവളുടെ ഹൃദയം മാറ്റിവെച്ച തേജസ്വിനിയെ ഞങ്ങൾ വാച്ച് ചെയ്തു. അങ്ങനെയാണ് തേജുവിൽ വന്ന് നിന്നത്. ഇനി അവളെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന് സംശയിച്ചു. എന്നാ അവളെ കാണാൻ എബ്രഹാം ഒരിക്കൽ വന്നു. മകളുടെ ഹൃദയമല്ലേ തേജുവിന്റെ ഉള്ളിലുള്ളത് എന്ന് ഞങ്ങൾ വിചാരിച്ചു. സന്തോഷ് ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണുന്നു, സംസാരിക്കുന്നു. ഒരിക്കൽ ഒരു കുടുംബം മുഴുവൻ അവളെ കാണുന്നു. അതിനുശേഷം അവളിൽ പ്രകടമായ മാറ്റം കാണുന്നു. മാർഷൽ ആർട്സ് പഠിക്കുന്നു, യോഗ പഠിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നു. ഒരാളെ മാത്രം പിന്തുടരുന്നു, അതും ജോർജ് കുട്ടിയെ. തേജു ഒരു ബന്ധവുമില്ലാത്ത എറണാകുളത്ത് വന്ന് എബ്രഹാമിന്റെ അനിയന്റെ ഓഫീസിൽ വന്ന് കേസുകൾ പഠിക്കുന്നു. എബിനെ ഫോളോ ചെയ്യുന്നു. എല്ലാം കണ്ടപ്പോൾ എന്റെ സംശയം ബലപ്പെട്ടു. ആൽവിനെ ആക്സിഡന്റ് ഉണ്ടാക്കി തളർത്തുമ്പോൾ അതിന്റെ കാരണമാണ് ആദ്യം അന്വേഷിച്ചത്. അവനെ തളർത്താൻ ശരീരത്തിൽ കയറ്റിയ ഡ്രഗ്, അവന്റെ ബ്ലഡ് റിപ്പോർട്ട്, ഇതെല്ലാം തെളിവുകളാണ്. ആരാണിത് ചെയ്തത് എന്ന് അപ്പ തന്നെ തെളിഞ്ഞതാണ്. പിന്നെയും കാത്തിരുന്നു. തേജു വിപിനെ തിരിച്ചറിയുന്നു. അവന്റെ അഞ്ജലിയുമായുള്ള അടുപ്പം അറിഞ്ഞ് പോലീസിനൊരുക്കി വിളിച്ചില്ലേ? ജിത്തു അല്ലേ വിളിച്ചു പറഞ്ഞത്? ആ ഫോൺ എടുത്തത് മാർട്ടിനായിരുന്നു. അപ്പോഴാണ് മാർട്ടിന് സംശയം തോന്നിയത്. പിന്നീടെല്ലാം ഞങ്ങൾ ജിത്തുവിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഗൗരവും ആദിയും ചരണും ഇവിടെ വന്നതും എല്ലാം അറിഞ്ഞിരുന്നു. അവരുടെ പിന്നാലെയും ഉണ്ടായിരുന്നു ഞങ്ങൾ. എന്റെ നിർബന്ധപ്രകാരമാണ് തേജുവിനെ എന്റെ വീട്ടിലേക്ക് വരുത്തിച്ചത്, അവളെ വാച്ച് ചെയ്യാൻ. ആൽവിൻ മരിച്ച ദിവസം വീണ്ടും എന്നെ കുഴക്കി. തേജു എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവൻ എങ്ങനെ മരിച്ചു? ഞങ്ങൾ അതിനു വേണ്ടിയാണ് CCTV ഫുട്ടേജ് വാങ്ങിയത്. റീന വാങ്ങിയ CCTVയിൽ ഗൗരവിനെ തെളിമയോടെ കണ്ടു. ഹോസ്പിറ്റലിന് ചുറ്റുമുള്ള CCTV എടുത്തു നോക്കിയപ്പോൾ പിന്നിലൂടെ വിക്രമൻ ഇറങ്ങുന്നത് കണ്ടു. ഇന്ദുചൂടനും ഗൗരവും ഒപ്പമുണ്ടായിരുന്നു. അപ്പോ സംഭവങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലായി. അന്ന് നിങ്ങൾക്ക് സഹായം ചെയ്തു തന്നത് മാത്യു ഡോക്ടറുടെ മകളല്ലേ? പുള്ളിക്കാരി തന്നെയല്ലേ അന്ന് തേജുവിനെ കൊണ്ട് ആൽവിനെ കാണിച്ചു കൊടുത്തത് അല്ലേ മാർട്ടിന്? മാർട്ടിൻ അതെയെന്ന് തലയാട്ടി. മാർട്ടിന്റെയും രുദ്രന്റെയും കണ്ണുകൾ മാത്യു ഡോക്ടറിലെത്തി.
അദ്ദേഹം അതെന്ന് തലയാട്ടി. അതിന്റെ 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ജിത്തുവിനെ പൊക്കി. അപ്പോ നിങ്ങളുടെ ഇന്നത്തെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ വകയായിട്ട് ഒരു ഉഗ്രൻ പണി തന്നെ തരാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? വിക്രമനും ഇന്ദുചൂടനും മുഖത്തോട് മുഖം നോക്കി. വക്കീൽ എങ്ങനെയൊക്കെയോ കെട്ടഴിച്ച് ചാടി എഴുന്നേറ്റ് വിക്രമനെ അടിക്കാൻ പോയി. തേജു ഇത് കണ്ട് അവിടെ കിടക്കുന്ന വടിയെടുത്ത് വക്കീലിന്റെ കാലിലേക്ക് തന്നെ കൊടുത്തു നല്ലൊരടി. വേച്ച് വീഴുന്ന വക്കീലിനെ വിക്രമൻ പൊക്കിയെടുത്ത് വിപിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തി. രുദ്രൻ വിക്രമനെ തടയാൻ ശ്രമിക്കുമ്പോഴേക്കും ഇന്ദുചൂടനും സന്തോഷ് ഡോക്ടറും രുദ്രനെയും മാർട്ടിനെയും പൂട്ടി. നോ വിക്രമൻ, ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. സാർ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ മകൻ കൺമുന്നിൽ മരിച്ചു വീഴുന്ന വേദന ഈ വക്കീലും ഒന്ന് അറിയട്ടെ. വിപിന്റെ കണ്ണുകൾ ആ നിമിഷം തന്നെയാണ് ആയാസപ്പെട്ട് തുറക്കാൻ ശ്രമിക്കുന്നത്. അവന്റെ കണ്ണിന്റെ മുന്നിൽ ഒരു പേനാക്കത്തി മുഖത്തെ ലക്ഷ്യമാക്കി വരുന്നത് അവൻ കണ്ടു. താൻ കുറച്ചു മുന്നേ സ്വപ്നത്തിൽ കണ്ട അതേ കത്തി. അവന് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുന്നേ തന്നെ ആ കത്തി അവന്റെ നെഞ്ചിന്റെ ആഴം അളന്നു കഴിഞ്ഞിരുന്നു. പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന കണ്ണുകളിൽ അവൻ അച്ഛനെ കണ്ട ഞെട്ടലും ജീവൻ പോകുന്ന വേദനയുമെല്ലാം മിന്നിമാഞ്ഞു. അവസാന ശ്വാസം കൂടി പോകുന്നതിന് മുന്നേ വീണ്ടും ഒരു കുത്തുകൂടി കൊടുത്തു. ഇത് എന്റെ മക്കളെ വേദനിപ്പിച്ചതിനു വേണ്ടി. മോനെ! വക്കീൽ ഉച്ചത്തിൽ വിളിച്ചു. വക്കീൽ തളർന്നുപോയി. അയാൾ സ്വന്തം മകന്റെ അടുത്തേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചു. പക്ഷെ അയാളുടെ കൈകൾ തേജുവിലും ഗൗരവിലും ഭദ്രമായിരുന്നു. വിക്രമന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ തന്റെ മക്കൾക്കായി പൊഴിഞ്ഞു വീണു. വക്കീൽ പൊട്ടിക്കരഞ്ഞു. വക്കീലിന് മനസ്സൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ കരയാൻ? വിക്രമൻ അയാളെ നോക്കി പുച്ഛിച്ചു. വക്കീലിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു, എന്നാലും അടക്കി പിടിച്ചിരുന്നു. വിക്രമൻ രുദ്രന്റെ അടുത്തേക്ക് പോയി നിന്നു. സാറിന് ഇനി ഞങ്ങളെ അറസ്റ്റ് ചെയ്യാം. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും നിതാരയുടെ ആത്മാവിന് വേണ്ടിയും ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു. ഇനി ഞങ്ങൾക്ക് സ്വസ്ഥതയോടെ മടങ്ങാം. തേജു! വിക്രമൻ നീട്ടി വിളിച്ചു. അങ്കിൾ, മോൾ എന്നും ഗൗരവിന് കൂട്ടായിരിക്കണം, ഞങ്ങളുടെ ഭാര്യമാർക്കും. അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞപ്പോ എന്തുകൊണ്ടോ അവരുടെ അടുത്തേക്കൊരു കാറ്റ് വീശി. ആത്മനിർവൃതിയോടെ ഇന്ദുചൂടനും വിക്രമനും പോകാനൊരുങ്ങിയപ്പോൾ വക്കീൽ അവിടെ കിടന്ന കത്തിയെടുത്ത് വിക്രമനെ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു വന്നു. ഠേ! ശബ്ദം കേട്ട് വിക്രമനും മറ്റും പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വക്കീൽ മലർന്നടിച്ചു വീണ് കിടക്കുന്നു. നെറ്റിയിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു. പിന്നിലായി രുദ്രൻ തന്റെ റിവോൾവറുമായി നിൽക്കുന്നു. 3 ദിവസം മുന്നേ ഒരു വാറന്റ് ഇയാളുടെ പേരിൽ ഇഷ്യൂ ചെയ്തിരുന്നു. അന്ന് ഇയാൾ മുങ്ങി. വന്നില്ല, ഇപ്പൊ കിട്ടി. സാരമില്ല, ഒരു എൻക്വയറി വരുമായിരിക്കും, ഞാൻ ഫേസ് ചെയ്തോളാം. അതും പറഞ്ഞ് രുദ്രൻ എബിന്റെ നേർക്ക് തിരിഞ്ഞു. അവൻ ഇതെല്ലാം കണ്ട് തറഞ്ഞിരിക്കുകയായിരുന്നു. സർ, വേണ്ട. നിനക്കെന്താ, പേടിയുണ്ടോ എബിനെ? എബിന്റെ കണ്ണുകൾ താന്നു. ഡ്രഗ്സ് വിറ്റ് പിള്ളേരെ എല്ലാം നശിപ്പിക്കുമ്പോ ഇങ്ങനെ കണ്ടില്ലല്ലോ. എന്തായാലും നിന്നെ പുറത്തിറക്കിയ ഇവിടെ നടന്നത് എന്തെങ്കിലും നിന്റെ വായിൽ നിന്ന് വരും. കുറെ കളികൾ കളിച്ച് മറ്റുള്ളവരെല്ലാം പൊട്ടന്മാരാക്കിയതല്ലേ നീയും നിന്റെ ചേട്ടനും വിപിനും ഒക്കെ? അപ്പോ ഞാനൊരു കളി കളിച്ചു, വെറുതെ നിങ്ങളുടെ കേസ് ഒന്ന് മാറ്റി എഴുതി. എബിൻ എന്താ എന്ന മുഖഭാവത്തോടെ രുദ്രനെ നോക്കി. നിങ്ങളിപ്പോ പുറം രാജ്യത്ത് ഒരു പ്രമുഖ ടെററിസ്റ്റ് ഗ്രൂപ്പിന് വേണ്ടി റിക്രൂട്ട്മെന്റ് ഈ ഡ്രഗ്സിന്റെ മറവില് നടത്തുന്നൂന്ന് വരുത്തി തീർത്തു. കുറച്ച് തെളിവുകൾ നിരത്തി, ചുമ്മാ ഒരു രസത്തിന്. ഗവൺമെന്റിന് ആ തെളിവുകളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് ഇന്നലെ രാവിലെ നിങ്ങളെ ജീവനോടെയോ ശവമായിട്ടോ ഡിപ്പാർട്ട്മെന്റിന് കിട്ടി ബോധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ ചെയ്യേണ്ടത് എബിൻ? എബിൻ ഉമിനീരിറക്കി വേണ്ട എന്ന് തലയാട്ടി. രുദ്രൻ അതൊന്നും കേൾക്കാതെ ഞൊടിയിടയിൽ അവന് നേരെ നിറയൊഴിച്ചു. രുദ്രൻ ഒരു ദീർഘശ്വാസം എടുത്തു. ശേഷം വിക്രമന് നേരെ തിരിഞ്ഞു. നിങ്ങളുടെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് കേസിനെ ഞാൻ മാറ്റി എഴുതിയത്. കാരണം നിങ്ങൾ ഇവരെ കൊല്ലുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നിങ്ങൾ കുടുങ്ങിയാൽ ഇവരെല്ലാം പിടിക്കപ്പെടും. ഇതെല്ലാം നിയമത്തിനെതിരാണ്. സാരമില്ല, നിങ്ങളുടെ മക്കൾക്ക് നീതി ലഭിക്കാനല്ലേ ചെയ്തത്? വിക്രമൻ നിറഞ്ഞ കണ്ണുകളോടെ രുദ്രന്റെ അടുത്ത് വന്ന് കൈകൂപ്പി. ഷേ, എന്റെ അച്ഛന്റെ പ്രായമുണ്ട്, ഇങ്ങനെയൊന്നും കൈകൂപ്പരുത്. രുദ്രൻ തേജുവിനെ വിളിച്ചു. എനിക്കൊരു അനിയത്തിയുണ്ട്. തേജുവിനെ കണ്ടപ്പോ അങ്ങനെയാണ് തോന്നിയത്. തേജു ഇനി ഇവർക്കെല്ലാം ഒരു താങ്ങായി നിൽക്കണം. ഒരുപാട് നല്ല മനസ്സുണ്ട് തനിക്ക്. ജീവൻ പണയം വെച്ച് നിതാരയ്ക്ക് വേണ്ടി നിലകൊണ്ടതല്ലേ? നന്നായിരിക്കട്ടെ. നിങ്ങൾ തൽക്കാലം ഇവിടെ നിന്ന് പോയിക്കോളൂ. ഇത് ഞാനും മാർട്ടിനും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം. അപ്പോഴാണ് അലക്സ് വന്ന് രുദ്രന്റെ കൈ പിടിക്കുന്നത്. നന്നായി വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് അലക്സ് നിറകണ്ണോടെ പുറത്തേക്ക് പോയി. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി. റിജു തേജുവിനെ പിടിച്ചു നിർത്തി. ജിത്തു എന്താ എന്ന് ചോദിച്ചു. ജിത്തു, നീ വിട്ടോ, ഞാൻ തേജുവിനെ കൊണ്ടുവിട്ടോളാം. ജിത്തു ഒന്ന് ചിരിച്ചിട്ട് ബാക്കിയുള്ളവരുടെ കൂടെ വിട്ടു. പല വണ്ടികളിലായി ഓരോരുത്തരും മടങ്ങി. രുദ്രൻ മാർട്ടിന്റെ അടുത്തുപോയി നിന്നു. മാർട്ടിൻ രുദ്രനെ സല്യൂട്ട് ചെയ്തു. സർ, ഇങ്ങനൊരു കേസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
സാർ ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഹേയ്, അങ്ങനെ ഒന്നുമില്ലടോ. ഇതെല്ലാം ഞാൻ മുൻകൂട്ടി കണക്കാക്കിയിരുന്നു. അതാണ് ഇതുപോലെ കേസ് മാറ്റി എഴുതിയത്. ഞാനും ഒരു അച്ഛനാണ്. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചപ്പോൾ ഏതൊരു അച്ഛനും ചെയ്യുന്നതേ അവരും ചെയ്തിട്ടുള്ളൂ. ഈ വൃത്തികെട്ടവന്മാരെയൊക്കെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കുന്ന ഒന്നും ശരിയല്ല. അപ്പം അങ്ങനെ മാറ്റി. നമുക്ക് ഇനിയും 2 പേരെ കാണാനുണ്ട്. അറിയാം സർ, ജോർജ് കുട്ടിയും വർഗീസും അല്ലേ? അത് തന്നെ സർ. ഇവിടെ ക്ലിയർ ചെയ്യണ്ടേ? അതൊക്കെ ചെയ്യാം. കേസ് ക്ലോസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് ഇവരെ ഇങ്ങനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ബാക്കി 2 പേർ അത് റെഡിയാക്കണം. നേരം വെളുത്തു, നമുക്ക് വീട്ടിലേക്ക് പോകാം. രുദ്രൻ ഫോൺ എടുത്ത് 3 പേരുടെയും ഫോട്ടോ എടുത്ത് സുപ്പീരിയർ ഓഫീസർമാർക്ക് അയച്ചു കൊടുത്തു. അതേസമയം തന്നെ രുദ്രൻ ഏർപ്പാടാക്കിയ പോലീസുകാർ വന്ന് സ്ഥലമെല്ലാം ക്ലിയർ ചെയ്തു. മാർട്ടി, ഞാൻ വീട്ടിലേക്ക് പോട്ടെ. എന്റെ കെട്ടിയോളും പിള്ളേരും വന്നിട്ടുണ്ടാവും. ശരി സാറേ, ഞാനും പോവുകയാണ്. രുദ്രൻ മറ്റു പോലീസുകാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് സ്ഥലം സീൽ ചെയ്യാൻ പറഞ്ഞു. രുദ്രനും മാർട്ടിനും അവരുടെ വണ്ടിയിൽ വീട്ടിലേക്ക് പോയി. വണ്ടിയിലിരിക്കുമ്പോൾ എന്തുകൊണ്ടോ തേജുവിന് കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ ഇല്ലാത്തൊരു പേടി തന്നെ മൂടുന്നത് അവൾ അറിഞ്ഞു. ഇടം കണ്ണിട്ട് റിജു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. നേരം പരപരാ വെളുക്കുന്നു. സൂര്യരശ്മികൾ അവളുടെ മുഖത്തേക്ക് വീണു. പുലർകാല കാഴ്ചകൾ കാണാനുള്ളൊരു മൂഡില്ലെങ്കിലും അവൾ എന്തിനോ വേണ്ടി പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു. റിജു ഒരു പുഞ്ചിരിയോടെ ഡ്രൈവിംഗിൽ ശ്രദ്ധ ചെലുത്തി. വണ്ടി നേരെ പോയത് മാളിയേക്കലിലേക്കായിരുന്നു. ഇവിടേക്ക് എന്തിനായി വെളുപ്പാൻ കാലത്ത് വക്കീൽ കൊണ്ടുവന്നത്? വട്ടായോ? സ്വയം വെറുപെറുത്ത് വണ്ടിയിൽ തന്നെ ഇരിക്കുന്ന തേജുവിനെ നോക്കിക്കൊണ്ട് റിജു പറഞ്ഞു. അയൺ ലേഡി ഇറങ്ങിയാലും. കളിയാക്കുന്ന രീതിയിലുള്ള റിജുവിന്റെ സംസാരം കേട്ടവൾ ചുണ്ടുകൂട്ടി മുഖം തിരിച്ചു. ഡോർ തുറന്ന് അവൾ അവനോടുള്ള ദേഷ്യത്താൽ ഡോർ വലിച്ചടച്ചു. എടി, അത് ഇനിയും ഉപയോഗിക്കാനുള്ളതാ. റിജു പറയുന്നത് കേൾക്കാതെ അവൾ ഉള്ളിലേക്ക് പോയി. ഹാളിലെത്തിയ അവളുടെ കണ്ണുകൾ തന്നിലേക്ക് നീളുന്ന അനേകം കണ്ണുകളെ കണ്ട് നിശ്ചലമായി. അവൾ എല്ലാവരെയും പരിഭ്രമത്തോടെ നോക്കി. കൈ ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് കയറ്റിപ്പിടിച്ചു. റിജു അവളുടെ അടുത്തേക്കായി വന്നു. കൈപിടിക്കാനായി അവളുടെ കൈ തിരയുമ്പോഴേക്കും അവൾ വീണ്ടും കൈകൾ ഉള്ളിലേക്ക് വലിച്ചു. റിജുവിനെ ചിരിപൊട്ടി. റിജു, മതിയടാ അതിന് ഊറ്റിയത്. ജിൻഡോ അങ്ങോട്ടേക്ക് വന്ന് അവനെ കളിയാക്കി. എന്താണ് ഞങ്ങളുടെ ജാൻസി റാണി നിന്ന് കളഞ്ഞത്? കയറി വന്നാലും. ജിൻഡോയും കളിയാക്കിയപ്പോൾ അവൾക്കെന്തോ സഹിച്ചില്ല. അവൾ ജിൻഡോയെയും റിജുവിനെയും മാറി മാറി നോക്കി പിന്തിരിഞ്ഞു നടന്നു. റിജുവിന് എന്തോ പോലെയായി. ജിൻഡോ ഓടിപ്പോയി അവളുടെ കൈ പിടിച്ചു നിർത്തി. തേജു, ഞങ്ങള് വെറുതെ കളിയാക്കിയതല്ലേ, നീ കാര്യമാക്കിയോ? അവളൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് അവളുടെ കൈകളിൽ ഒരു പിടുത്തമുണ്ടായി. കൈകളുടെ ഉടമയെ നോക്കിയപ്പോൾ ഒരമ്മ. ചൈതന്യം തുളുമ്പി നിൽക്കുന്ന വദനം. അവർ ചിരിച്ചുകൊണ്ട് അവളെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഒരു മുറിയിലേക്ക് കടന്നു ചെന്നു നിന്നു. ഒരു കട്ടിലിൽ ഒരമ്മ കിടക്കുന്നുണ്ടായിരുന്നു. തേജു 2 പേരെയും മാറി മാറി നോക്കി. ഇന്ദു, കണ്ണു തുറന്നേ. ആരാ വന്നിരിക്കുന്നെന്ന് നോക്കിയേ. ഇന്ദു ചിറ്റ, ജിൻഡോയുടെ അമ്മ, നിതയുടെ അമ്മ. തേജുവിന് തലയിലൂടെ എന്തൊക്കെയോ പാഞ്ഞുപോയി. ഇന്ദു കണ്ണു തുറന്നപ്പോൾ കണ്ടത് മുന്നിൽ നിൽക്കുന്ന തേജുവിനെയാണ്. പക്ഷെ ഇന്ദുവിന്റെ കണ്ണുകളിൽ തേജുവിന് പകരം നിതാരയാണ് കണ്ടത്. ഇന്ദു എഴുന്നേറ്റിരുന്നു. നിറകണ്ണോടെ അതിലേറെ വാത്സല്യത്തോടെ മോളെ എന്ന് വിളിച്ച് തേജുവിന്റെ കൈ പിടിച്ചു. അവളെ തന്റെ മാറോടണച്ചു. തേജുവിന്റെ ഹൃദയം വാത്സല്യത്താൽ നിറഞ്ഞു. ഒരമ്മയുടെ ലാളനയിൽ അവൾ മതിമറന്നിരുന്നു. ഇന്ദു അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് ഭ്രാന്തമായി ഉമ്മ വച്ചു. ഇത് കണ്ടുകൊണ്ടാണ് അലക്സ് ഉള്ളിലേക്ക് വന്നത്. നിത മരിച്ചതിനു ശേഷം അവൾ കരയുന്നത് പോലും ഇതാദ്യമായിട്ടാണ്. ഇന്ദു അലക്സിനെ കണ്ടു. ഇച്ചായ, മോള്, നമ്മുടെ നിതക്കുട്ടി, നോക്കിയേ, ഈ അമ്മയെ അവൾക്ക് വിട്ടുപോവാൻ കഴിയില്ല. നോക്കിയേ, എന്റെ കുഞ്ഞ്. അവൾ അതും പറഞ്ഞ് തുരുതുരെ തേജുവിനെ ചുംബനങ്ങൾ കൊണ്ടു മൂടി. എന്തുകൊണ്ടോ അലക്സിനത് നിതയല്ല എന്ന് തിരുത്താൻ തോന്നിയില്ല. ജിൻഡോയും ജിനുവും അതേ സമയത്താണ് മുറിയിലേക്ക് വന്നത്. ജിനു ആദ്യമായാണ് തേജുവിനെ കാണുന്നതെങ്കിലും അവൾക്കും നിതയെപ്പോലെ തന്നെയാണ് തോന്നിയത്. തേജുവിനെ ഇന്ദുവിൽ നിന്നും അടർത്തി മാറ്റി സൗഭാഗ്യ ഇന്ദുവിനെ സമാധാനിപ്പിച്ചു. തേജുവിന് ദേഹമൊക്കെ തളരുന്നതുപോലെ തോന്നി. അവൾ പിന്നോട്ടാഞ്ഞു. ജിൻഡോയും അലക്സും അവളെ താങ്ങി. ഇന്ദു അത് കണ്ട് കരയാൻ തുടങ്ങി. മുറിയിൽ നിന്ന് ശബ്ദം കേട്ടാണ് റിജു അങ്ങോട്ടേക്ക് വന്നത്. ബോധമില്ലാതെ കിടക്കുന്ന തേജുവിനെ കണ്ടപ്പോൾ അവൻ അന്ന് സന്തോഷ് ഡോക്ടർ പറഞ്ഞതാണ് ഓർമ്മ വന്നത്. അവളുടെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്നത് ഇനിയുമുണ്ടായാൽ ശരീരത്തെ അത് സാരമായി ബാധിക്കും. ഇനിയൊരു വേദന കൂടി താങ്ങാനുള്ള ശേഷി അവൾക്കുണ്ടെന്ന് തോന്നുന്നില്ല. സ്നേഹം, ലാളന, ഇതെല്ലാം അവളെ തളർത്തും. അതുകൊണ്ടാണ് സൂക്ഷിക്കുക. റിജു ഓടി വന്ന് തേജുവിനെ തട്ടി വിളിച്ചു. പക്ഷേ അനക്കമൊന്നും ഉണ്ടായില്ല. റിജു, മോൾക്ക് പെട്ടെന്ന് എന്തു പറ്റി? അറിയില്ലമ്മേ, ഞാനന്ന് ഡോക്ടറെ വിളിക്കട്ടെ. റിജു സന്തോഷ് ഡോക്ടറെ വിളിച്ചപ്പോൾ ആള് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഉടൻ തന്നെ റിജു ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. അരമണിക്കൂറിനുള്ളിൽ സന്തോഷ് ഡോക്ടറും ഉണ്ണിയും തേജുവിന്റെ അച്ഛനും അമ്മയുമെല്ലാം ഓടിയെത്തി.
മുറിയിൽ കണ്ണടച്ച് കിടക്കുന്ന മകളെ കണ്ട് രോഹിണി പൊട്ടിക്കരഞ്ഞു. സന്തോഷ് ഡോക്ടർ പരിശോധിച്ച് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. എല്ലാവരോടും കുറച്ചു സമയം പുറത്തു നിൽക്കാൻ പറഞ്ഞു. റിജു, തേജുവിന് പെട്ടെന്ന് എന്തെങ്കിലും ഷോക്കായിട്ടുള്ളത് പറഞ്ഞോ? ഡോക്ടർ, എന്റെ അമ്മയെ കണ്ടു. ഇടയിൽ കയറി ജിൻഡോ പറഞ്ഞു. നോക്കട്ടെ, ഉണർന്നില്ലെങ്കിൽ അവളെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. റിജുവിന്റെ മുഖം മങ്ങി. ഹേയ്, താൻ പേടിക്കണ്ട. ഇതെന്തോ വിഷമം തട്ടിയതുകൊണ്ടുണ്ടായതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇന്നലെ ഉറക്കില്ലാത്തത് കൊണ്ടും ആവാം. ബോഡി നല്ല വീക്കായ പോലെ തോന്നുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മുറിയിൽ നിന്ന് ശബ്ദം കേട്ട് സന്തോഷ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി. തേജു മെല്ലെ എഴുന്നേൽക്കാനായി തയ്യാറെടുക്കുകയായിരുന്നു. മെല്ലെ തേജു, ഞാൻ സഹായിക്കാം. അവിടേക്ക് വന്ന ഡോക്ടറെ കണ്ടപ്പോൾ തേജു പുഞ്ചിരിച്ചു. എന്താണ് ചിരിക്കുന്നത്? ഒന്നുമില്ല ഡോക്ടർ, എനിക്കെന്തെങ്കിലും പറ്റിക്കാണോന്ന് വിചാരിച്ചല്ലേ? ഡോക്ടർ അതിന് മറുപടി എന്നോണം വരണ്ട ഒരു ചിരി ചിരിച്ചു. തേജു മുഖമുയർത്തി നോക്കി. തേജുവിന് ഞങ്ങളെല്ലാവരും മോളെ ചൂഷണം ചെയ്ത പോലെ തോന്നിയോ? എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത്? അല്ല, മോളുടെ ആരോഗ്യസ്ഥിതി മോശമായത് ഞങ്ങൾ കാരണമല്ലേ? ഞങ്ങളില്ലെങ്കിൽ ഇപ്പോൾ മോൾക്ക് നല്ല ആരോഗ്യം വന്നേനെ. അവൾ നോട്ടം ചുവരിലേക്ക് മാറ്റി. അവിടെ നിതാരയുടെ ഫോട്ടോയിലേക്ക് കണ്ണു പായിച്ചു. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്ക് ആരുടെയെങ്കിലും ഹൃദയം കിട്ടിയേനെ, അല്ലെങ്കിൽ മരിച്ചേനെ. പക്ഷെ എന്ന് ഞാൻ നിതാരയെ അറിയാൻ ശ്രമിച്ചു, അന്നു മുതൽ എൻ്റെ ശരീരത്തിലുള്ള ഹൃദയത്തിന് എനിക്ക് കുറച്ച് കടമകൾ ചെയ്യുവാൻ തോന്നി. അതാണ് നിങ്ങളുടെ ഒപ്പം നിന്നതും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. എനിക്കിന്ന് ആ അമ്മ എന്നെ നെഞ്ചോട് ചേർത്തപ്പോൾ സത്യത്തിൽ ഞാൻ നിതാരയാണെന്ന് തോന്നി. ഡോക്ടർ പേടിക്കണ്ട, തെറ്റിയ യോഗയെല്ലാം ഞാൻ വീണ്ടും തുടങ്ങിക്കോളാം. എനിക്കെന്തോ എൻ്റെ ആരോഗ്യം കളയാൻ തോന്നുന്നില്ല. ചിരിച്ചുകൊണ്ട് പറയുകയാണെങ്കിലും തേജുവിൻ്റെ വാക്കുകൾക്ക് എന്നത്തേക്കാളും ദൃഢതയുണ്ടായിരുന്നു. ഡോക്ടർ അവളെ തഴുകി പുറത്തേക്ക് പോയി. രോഹിണി ഓടി വന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോഴേക്കും മുറിയുടെ അകത്തു നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന മകളെ കണ്ടപ്പോൾ രോഹിണിക്ക് മകളിലുണ്ടായ മാറ്റം പെട്ടെന്ന് മനസ്സിലായി. കണ്ണുകളിൽ എന്തോ ഒരു തരം പ്രത്യേകതയുണ്ടായിരുന്നു. മകളുടെ ചിരിയിൽ എന്തോ ഒരു വ്യത്യാസമുള്ളതുപോലെ തോന്നി. എന്താ അമ്മ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നിങ്ങളെപ്പോഴാ വന്നേ? തേജു പോയി രോഹിണിയെ തൊട്ടപ്പോഴാണ് രോഹിണിക്ക് സ്ഥലകാല ബോധമുണ്ടായത്. ഞങ്ങളത് ഇന്നലെ രാത്രി എത്തി. ഇന്ന് സന്തോഷ് ഡോക്ടർ വന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ ഇവിടുന്ന് ഫോൺ വന്നത്. രോഹിണി വാത്സല്യത്തോടെ തേജുവിനെ നെറുകയിൽ മുത്തി. എന്താണ് അമ്മയ്ക്ക് ഇത്ര സ്നേഹം? കളിയാക്കുന്നതുപോലെ തേജു ചോദിച്ചപ്പോൾ രോഹിണി അവൾക്കായി പുഞ്ചിരിച്ചു. അമ്മമാർക്ക് മക്കൾ എന്നും കുഞ്ഞുകുട്ടികളാണ്. നീ ഇതെല്ലാം ചെയ്തു എന്നറിഞ്ഞപ്പോൾ ആദ്യം ഒരു ആന്തലുണ്ടായെങ്കിലും ഇപ്പം അത് മാറി. കാരണം എൻ്റെ കുട്ടി ഒരുപാട് മാറിയതുപോലെ തോന്നുന്നു. ചിലപ്പോൾ അമ്മയുടെ തോന്നലായിരിക്കാം. അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടാണ് ചന്ദ്രു അങ്ങോട്ട് വന്നത്. അദ്ദേഹത്തിന് മകളെ ആലോചിച്ച് അഭിമാനം തോന്നി. രണ്ടുപേരുടെയും സ്നേഹപ്രകടനം കണ്ടാണ് ഗോവർദ്ധൻ സംസാരത്തിന് തുടക്കമിട്ടത്. ചന്ദ്രു, ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ഞാൻ റിജുവിൻ്റെ അച്ഛനാണ്. എൻ്റെ പേര് ഗോവർദ്ധൻ. കോഴിക്കോടാണ് താമസം. എൻ്റെ അനിയൻ വിഷ്ണു, ഭാര്യ നളിനി, അവരുടെ മക്കൾ ആദി, ആമി, പിന്നെ എൻ്റെ ഭാര്യ സൗഭാഗ്യ. എല്ലാവരെയും പരിചയപ്പെടുത്തി. ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ കുട്ടിക്ക് നിങ്ങളുടെ മോളെ തരുമോ? മോളുടെ എല്ലാ കാര്യങ്ങളും അറിയാം. ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല. എൻ്റെ മോൻ ഒന്നും എന്നോട് ഇതുവരെയും ചോദിച്ചിട്ടില്ല. ആദ്യമായി അവൻ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് തേജുവിനെക്കുറിച്ച്. നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ചന്ദ്രു ആകെ കുഴങ്ങി. പെട്ടെന്ന് ചോദിച്ചപ്പോൾ എന്ത് തിരിച്ചു പറയണമെന്ന് ഒരുറപ്പുണ്ടായിരുന്നില്ല. അത് ഞങ്ങളിതൊന്നും ആലോചിച്ച് നോക്കിയിട്ടില്ല. മോളിപ്പോൾ പഠിക്കുകയാണ്. പിന്നെ അവളോട് ചോദിച്ചിട്ടുമില്ല. തേജുവിനോട് ചോദിക്കാൻ എന്തിരിക്കുന്നു? അവൾക്കിഷ്ടാണ്. ജിൻഡോ ഇടയിൽ കയറി പറഞ്ഞപ്പോൾ റിജുവും തേജുവും കത്തുന്ന നോട്ടമറിഞ്ഞു. റിജു പയ്യെ പോയി ജിൻഡോവിന്റെ കാതിൽ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ പട്ടി എന്ന് പറയുന്നതിനൊപ്പം റിജു ജിൻഡോയുടെ കാല് ഞെരിച്ചു. ജിൻഡോ ഞെളിപിരി കൊണ്ട് കഥകളി കാണിക്കുമ്പോൾ തന്നെ തേജുവിന് മനസ്സിലായി റിജു നല്ലോണം സ്നേഹിക്കുകയാണെന്ന്. അവൾ അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി. എല്ലാ കണ്ണുകളും അവളുടെ ചിരിയിലാണ് ശ്രദ്ധ എന്ന് മനസ്സിലാക്കിയപ്പോൾ അവളുടെ ചിരി താനെ നിന്നു. ചന്ദ്രുവിന് മനസ്സിലായി മകളുടെ മനസ്സിൽ റിജുവിനോട് ഇഷ്ടമുണ്ടെന്ന്. ചന്ദ്രു വേഗം വന്ന് ഗോവർദ്ധന്റെ കൈപിടിച്ച് സമ്മതമെന്ന് തലയാട്ടി. ഇത് കണ്ട് റിജുവിന് സന്തോഷമായി. ജിൻഡോ മെല്ലെ അവിടുന്ന് നീങ്ങി. ഇനിയും വല്ലതും പറഞ്ഞ ചിലപ്പോൾ അവൻ തന്റെ കൈയും കാലും വെറുതെ വെച്ചേക്കില്ല. സന്തോഷ് ഡോക്ടർ യാത്ര പറഞ്ഞു പോയി. ചന്ദ്രുവും രോഹിണിയും എല്ലാരെയും പരിചയപ്പെട്ടു. ഒരു ദിവസം മുറപ്രകാരം സംസാരിക്കാമെന്നും തീരുമാനിച്ച് യാത്ര പറഞ്ഞു. തേജുവും പിന്നാലെ പോയി. റിജുവിനോട് അവളൊന്നും സംസാരിച്ചില്ല. എന്തോ ഒന്ന് അവളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നു. ഇന്ദുവിനോട് യാത്ര പറയാൻ തേജു മറന്നില്ല. റിജുവിനും അത് കണ്ട് സങ്കടമായി. ഇരുണ്ട മുഖത്തോടെ നിൽക്കുന്ന മകന്റെ അടുത്തേക്ക് സൗഭാഗ്യ പോയി അവന്റെ കയ്യിൽ പിടിച്ചു. മോനെ, അവൾക്ക് കുറച്ച് സമയം കൊടുക്ക്. തീർച്ചയായും അവൾ നിന്നിലേക്ക് തന്നെ എത്തിച്ചേരും. പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്ന അമ്മയോട് അവൻ മറുത്തൊന്നും പറഞ്ഞില്ല. അലക്സിനും കുടുംബത്തിനും ഒരു പുതിയ ബന്ധം കൂടി ചേരുന്ന സന്തോഷത്തിലായിരുന്നു.
ഇന്ദുവിനെ അലക്സും എല്ലാവരും ചേർന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. നിതാര മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ജിൻഡോയും റിജുവും കൂടിയാണ് പറഞ്ഞുകൊടുത്തത്. എല്ലാം കേട്ടിരുന്ന ഇന്ദുവിന് തേജുവിനോട് സ്നേഹം കൂടുകയാണ് ചെയ്തത്. ഇന്ദുവിന്റെ 2 ചേട്ടന്മാരും അനിയത്തിയെയും കുടുംബത്തിനെയും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടാണ് അവർ മടങ്ങിയത്. റിജുവും അധികം വൈകാതെ തിരിച്ചുപോയി. വീട്ടിലെത്തിയ തേജുവിനെ വരവേറ്റത് ഇന്ദുചൂടനും വിക്രമനും കുടുംബവും ചേർന്നായിരുന്നു. തങ്ങളുടെ മകളുടെ സ്ഥാനമായിരുന്നു അവർ തേജുവിന് കൊടുത്തത്. ആ അവസരത്തിൽ തേജു ഗൗരവിന്റെ ഇഷ്ടവും ജിത്തുവിന്റെ ഇഷ്ടവും സിമിയുടെ ഇഷ്ടവുമെല്ലാം എല്ലാവരുടെ മുന്നിലും അവതരിപ്പിച്ചു. ജിത്തുവിനെ ജാനകി കൂർപ്പിച്ചു നോക്കി. ഗൗരവിന്റെ കാര്യം വിക്രമന് പുതിയ അറിവായിരുന്നു. പഠിത്തം കഴിഞ്ഞ് അവരുടെ ബിസിനസ് എല്ലാം മകനെ ഏൽപ്പിച്ചതിനു ശേഷം കല്യാണത്തിന്റെ കാര്യം തീരുമാനിക്കാമെന്ന് വിക്രമൻ ബോധിപ്പിച്ചു. ജീവിതയെ അറിയാവുന്നതുകൊണ്ട് എല്ലാവർക്കും പൂർണ്ണ സമ്മതമായിരുന്നു. എല്ലാവരുടെയും കാര്യം തീരുമാനമായെങ്കിലും ആദ്യം മാത്രം ഒന്നും മിണ്ടിയില്ല. അവന് സമയം വേണമെന്ന് മാത്രം പറഞ്ഞു. ചന്ദ്രു ആദിയുടെ വീട്ടുകാരോട് സംസാരിക്കാമെന്ന വാക്കുകൊടുത്തു. എന്നാലും ആദിയുടെ തീരുമാനം അറിയാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചന്ദ്രു തീർത്തു പറഞ്ഞു. സിമിയെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ആദ്യം വിഷമം തോന്നി. അവൾ ആദിയെ വിളിച്ചു. ആദി, സിമിയാണ്. നിന്റെ മനസ്സെനിക്കറിയാം. സാരമില്ല ആദി, എനിക്ക് കുഴപ്പമില്ല. ഇതൊരു ജീവിതമല്ലേ, പരസ്പര ധാരണയോടെ ജീവിക്കേണ്ടതാണ്. ആരുടെയും നിർബന്ധപ്രകാരം ഒന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ശരിയെന്നാ. സിമി ആദിക്ക് സംസാരിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ ഫോൺ വെച്ചു. പിന്നീട് അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. രജുവിന്റെയും തേജുവിന്റെയും ജാതകം നോക്കണം, അവരോട് ചോദിക്കാം. വിക്രമനും ഇന്ദുചൂടനും തേജുവിന്റെ കാര്യത്തിൽ വീണ്ടും കണ്ടുമുട്ടുമെന്ന് പറഞ്ഞ് യാത്ര തിരിച്ചു. കൂടെ സന്തോഷ് ഡോക്ടറും ഉണ്ടായിരുന്നു. ജിത്തു, തേജു നീട്ടി വിളിച്ചു. എന്താ? എന്റെ ഡ്രസ്സ് കുറച്ച് സാറിന്റെ വീട്ടിലാണ്, പോയി എടുക്കണ്ടേ? പോകാം. നീ റെഡി ആയിക്കോ, നമുക്ക് പോകാം. ഇനി കുറച്ചു ദിവസം കൂടിയല്ലേ ഉള്ളൂ. അവളൊന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. രുദ്രന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ 2 കാറുകളുണ്ടായിരുന്നു, പിന്നെ ഒരു ബൈക്കും. ഉള്ളിലേക്ക് കയറിയതും കുറച്ചു കുട്ടികൾ അവരെ വളഞ്ഞു. കുസൃതി കുടുക്കകൾ വെള്ളമൊഴിച്ച് കളിക്കുകയായിരുന്നു. തേജുവിന്റെ കണ്ണുകൾ 4 പാടും ചെന്നു. ആരൊക്കെയോ എന്തൊക്കെയോ സംസാരിക്കുന്നു. പെട്ടെന്ന് ഉള്ളിൽ നിന്നും രുദ്രൻ പുറത്തേക്കിറങ്ങി. കൂടെ വേറൊരാളും, പിന്നെ മാർട്ടിനും ഉണ്ടായിരുന്നു. വരണം വരണം തേജു, എന്താ ഈ വഴിക്കും? അത് പിന്നെ എന്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ എന്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോകും, അതുകൊണ്ട് എടുക്കാൻ വന്നതാ. അവൾ പറഞ്ഞതും രുദ്രൻ ഉള്ളിൽ നിന്നൊരു ബാഗ് എടുത്തോണ്ട് വന്നു. ഇതല്ലേ, എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നു. ഞാനും തിരിച്ചു പോവുകയാണ്. ഇവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം ഒരു 4 ദിവസം കൊണ്ട് തീരും. സർ, അപ്പോ ജോർജ് കുട്ടി? ജിത്തു ഇടയിൽ കയറി ചോദിച്ചപ്പോ രുദ്രന് ചിരി വന്നു. എന്താ ജിത്തു, സ്വൈര്യതയില്ലേ ജോർജ് കുട്ടിയെ പൂട്ടാതെ? അതല്ല, അറിയാനൊരു മനസ്സിലായി. ഞാനിപ്പോ അതിനു വേണ്ടിയാണ് ഇറങ്ങുന്നത്. പിന്നിലുള്ള ആളെ രുദ്രൻ വിളിച്ച് എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ആളെ മനസ്സിലായില്ലെങ്കിലും അവർ തമ്മിൽ ബന്ധുക്കളാണെന്ന് മനസ്സിലായി. തേജുവിന്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ട് രുദ്രൻ പുറകിലുള്ള ആളെ പരിചയപ്പെടുത്തി കൊടുത്തു. തേജുവിന്റെ പിന്നാലെയും ചിത്ര കാർത്തിക് കൊലപാതകത്തിന്റെ നിജസ്ഥിതിയും അന്വേഷിച്ച IPS ഓഫീസറാണ് അദ്ദേഹം. റാം ത്രിലോക് IPS, റാം എന്ന് വിളിക്കും. പിന്നെ ഇതെല്ലാം ഞങ്ങളുടെ കുടുംബമാണ്. ഓരോരുത്തരെയും പരിചയപ്പെടുത്തി കൊടുത്തു. ഞങ്ങൾ ഇപ്പൊ പോകുന്നത് വർഗീസിന്റെയും ജോർജ് കുട്ടിയുടെയും അടുത്തേക്കാണ്. കേസ് ക്ലോസ് ചെയ്യാൻ അവരുടെ അറസ്റ്റ് കൂടെ രേഖപ്പെടുത്തണം. തേജു അത് കേട്ടപ്പോൾ തലയാട്ടി ബാഗ് എടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരിച്ചുപോയി. ജോർജ് കുട്ടിയുടെ അടുത്തെത്തിയ രുദ്രനും മാർട്ടിനും റാമും ജോർജ് കുട്ടിയെ അറസ്റ്റ് ചെയ്തു. കൂടെ വർഗീസിനെയും. അഞ്ജലിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു ദിവസം കൂട്ടിക്കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ജോർജ് കുട്ടി അറിയുന്നത് എബിൻ മരിച്ചു എന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നടത്തിയ തിരിമറി, ഹവാല ഇടപാട്, മറ്റുള്ള ബിൽഡേഴ്സിനെ ഭീഷണിപ്പെടുത്തി നേടിയെടുത്ത സ്ഥലങ്ങളുടെ വസ്തുവ്യവഹാരം തുടങ്ങി ഒട്ടേറെ കേസുകൾ 2 പേരുടെയും തലയിലിട്ട് നല്ല ഒന്നാന്തരം പൂട്ടി. കേസുകൾ കോടതിയിലെത്തി. വിചാരണ നേരിടുന്ന സമയത്ത് ജോർജ് കുട്ടിയെ നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അടുത്ത ദിവസം തന്നെ ജോർജ് കുട്ടിയും മരണപ്പെട്ടു. വർഗീസിനെല്ലാം കൂടി ആയപ്പോൾ ടെൻഷനായി. അവസാനം എല്ലാം ചെയ്തത് ജോർജ് കുട്ടിയും വക്കീലും ചേർന്നാണ് എന്ന് സമ്മതിച്ചു. പിന്നെ ആൽവിന്റെ ഇടപാടും നിതാരയെ കൊലപ്പെടുത്തിയതും എബ്രഹാമിനെ കൊന്നതുമെല്ലാം കോടതിയെ ബോധിപ്പിച്ചു. വർഗീസിനെല്ലാം കൂടി 5 വർഷത്തെ കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് ഉത്തരവായി. എല്ലാം കണ്ടുപിടിച്ച് തെളിയിച്ച ക്രൈംബ്രാഞ്ചിനെ അനുമോദിക്കാനും ജഡ്ജി മറന്നില്ല. അങ്ങനെ ആ കേസ് ക്ലോസായി. വർഗീസ് ജയിലിലുമായി. അഞ്ജലി പിന്നീട് പഠിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് US പോയി. ഒരാഴ്ച കൊണ്ട് തേജു തന്റെ ഇന്റേൺഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കി. അലക്സ് മനം നിറഞ്ഞ് ആശീർവദിച്ചു. പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വരണമെന്ന് ഓർമ്മിപ്പിച്ചു. അവസാന ദിവസം അവൾക്ക് വിഷമമുണ്ടായിരുന്നു. ജിൻഡയോട് അവൾ മുഖം കൊടുത്തില്ല. ഉച്ചയോടെയെല്ലാം പാക്ക് ചെയ്ത് ഉണ്ണിയോടും ജാനകിയോടും യാത്ര പറഞ്ഞു.
ജാനകി വാത്സല്യത്തോടെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ജിത്തു പിന്നെ ചേർത്ത് നിർത്തി, കണ്ണിറുക്കി കാണിച്ചു. ഉള്ളിൽ നല്ല വിഷമമുണ്ടെങ്കിലും അവർ രണ്ടുപേരും പരസ്പരം ഒന്നും പറഞ്ഞില്ല. വീട്ടിൽ നിന്നും ഇറങ്ങാനൊരുങ്ങുമ്പോഴാണ് വീടിന്റെ മുന്നിൽ ഒരു കാർ വന്നു നിന്നത്. ഡ്രൈവർ സീറ്റിൽ നിന്ന് റിജുവും കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ജിൻഡോയും ഇറങ്ങി. ആഹാ, പോവാൻ റെഡിയായോ? എങ്ങനെയാ പോകുന്നേ? അവളുടെ നോട്ടം റിജുവിലായിരുന്നു. ബസ്സിൽ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. ആ, എന്നാ റിജു നീ കൊണ്ടാക്കിക്കോ ബസ് സ്റ്റാൻഡിൽ. ഇവളെ വണ്ടി കയറ്റിയിട്ട് തിരിച്ചു വന്നാ മതി. ജിത്തുവിനെ ദയനീയമായി നോക്കിയിട്ട് അവൾ ഇറങ്ങി. കാരണം അന്നത്തെ സംഭവത്തിനു ശേഷം അവൾ റിജുവിനെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടില്ല. പകരം അവൻ വിളിക്കുമ്പോഴെല്ലാം ബിസിയാക്കി വിടും. എന്താ കാരണമെന്ന് ചോദിച്ചാൽ അവൾക്ക് വല്ല പിടിയുമില്ല. അവൾ യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി. റിജുവിന്റെ മുഖം വീർത്ത് കിട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ വല്ലതും സംസാരിച്ചാൽ ചിലപ്പോൾ കാറിൽ നിന്ന് വലിച്ചെറിയും. അതുകൊണ്ട് മൗനം വിദ്വാനുഭൂഷണം എന്ന് ആത്മകഥിച്ചുകൊണ്ട് അവളിരുന്നു. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ബസ് സ്റ്റാൻഡിലേക്കല്ല പോകുന്നതെന്ന്. വക്കീലേ, എവിടേക്കാ പോകുന്നേ? പെട്ടെന്ന് ചോദിച്ചപ്പോ റിജു സഡൻ ബ്രേക്ക് ഇട്ടു. അവള് മുന്നോട്ടാഞ്ഞു. സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നതുകൊണ്ട് നെറ്റി ചെറുതായി ഗ്ലാസ്സിൽ മുട്ടി. റിജുവിന് ഇതും കൂടി ആയപ്പോ കാലി കയറി. കാറി സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് ഝാൻസി റാണിക്ക് പ്രത്യേകം പറഞ്ഞു തരണോ? ആക്രോശിച്ചുള്ള റിജുവിന്റെ വർത്തമാനം കേട്ട് അവൾക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു. ഇരു കണ്ണും നിറച്ച് അവൾ സോറി എന്ന് പറഞ്ഞു. കുറച്ചു നേരത്തേക്ക് റിജുവോ തേജുവോ സംസാരിച്ചില്ല. വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. തേജു, ആർദ്രതയോടെ റിജു വിളിച്ചപ്പോ അവൾ മുഖമുയർത്തി. നിനക്കെന്താ പറ്റിയത്? എന്നെ നിനക്കിഷ്ടല്ലേ? അന്ന് വയ്യാതായപ്പോ പറഞ്ഞതോ അതോ നിനക്കിപ്പോ എന്നെ വേണ്ടാന്ന്? തേജു റിജുവിന്റെ സംസാരം മുഴുവനാക്കും മുമ്പേ കൈകൾ കൊണ്ട് അവന്റെ വായ മൂടി. കണ്ടുകൊണ്ട് അല്ല എന്ന് പറഞ്ഞു. അവളുടെ കരങ്ങളെടുത്ത് അവന്റെ കൈകളിൽ ഒതുക്കി. ആദ്യമായിട്ടാണ് അവന്റെ കൈകളിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത്. ഇനി പറ, എന്താ പറ്റിയത്? അത് വക്കീലേ, ഞാൻ പോകുന്നത് ജീവൻ പണയം വെച്ച് കളിയായതുകൊണ്ട് വക്കീലിന് എന്തേലും പറ്റിയാലോ എന്ന് പേടിച്ചിട്ടാണ്. പിന്നെ എല്ലാം ഒതുങ്ങിയപ്പോ എനിക്കറിയില്ല, എന്തോ ഒന്ന് എന്നെ പിന്നോട്ട് വലിക്കുന്ന പോലെ തോന്നി. സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ തേജു പറയുന്നതിനിടയിൽ അവളെ വലിച്ച് നെഞ്ചിലോട്ടിട്ട് അതിവേഗം അവളുടെ അധരങ്ങൾ കവർന്നെടുത്തു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ തറഞ്ഞ തേജുവിന്റെ കണ്ണുകൾ വിടർന്നു. അവൻ ശക്തമായി അവളെ പുണർന്നുകൊണ്ടിരിക്കുമ്പോൾ അവളൊരു ചിത്രശലഭമായി മാറുന്നതറിഞ്ഞു. ശരീരത്തിന് ഭാരം കുറയുന്നതും അവളുടെ കൈകൾ കുഴയുന്നതും അറിഞ്ഞു. ശ്വാസം വിലങ്ങി വന്നപ്പോൾ അവളെ അവനിൽ നിന്ന് മോചിതയാക്കി. കണ്ണുകൾ കൂമ്പിയടഞ്ഞ് തന്റെ മുന്നിലിരിക്കുന്ന അവളെ കാണുമ്പോൾ റിജുവിന് തന്റെ ഉള്ളിലുണ്ടാവുന്ന വികാരങ്ങളെ നിയന്ത്രിക്കാൻ പാടുപെടേണ്ടി വന്നു. അവളുടെ ആരോഗ്യം കണക്കാക്കി പിന്നെ വേറെ ഒന്നിനും അവൻ മുതിർന്നില്ല. തേജുവിനെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇനിയെങ്ങാനും എന്നോട് മിണ്ടാതിരുന്നാലുണ്ടല്ലോ, കല്യാണത്തിനൊന്നും കാത്തു നിൽക്കില്ല, പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൂട്ടും ഞാൻ, പറഞ്ഞില്ലാന്ന് വേണ്ട. പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ മുറുക്കി പിടിച്ചു. തേജുവിനെന്തോ അവളുടെ ഉയർന്ന നിശ്വാസങ്ങളെ വരുതിയിലാക്കാൻ കഴിഞ്ഞില്ല. റിജുവിന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളുടെ സകല കിളികളും പറന്നുപോയിരുന്നു. പിന്നെ അവൻ പറഞ്ഞ വാക്കുകളെ കൂട്ടിയോജിപ്പിക്കാനൊരു പാഴ്ശ്രമം നടത്തി. അപ്പോഴേക്കും അവന്റെ മുറുക്കം കൂടി. വക്കീലേ, ആ വിളിക്ക് എന്തോ ഒരു പ്രത്യേകത റിജുവിന് തോന്നി. എന്താ? തേജു ഒന്നുമില്ലാന്ന് തലയാട്ടി. അവളെ സീറ്റിലിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുത്തു. അവളുടെ ഉരുണ്ടുവരുന്ന കണ്ണുകളെ നോക്കി അവനൊരു കുസൃതി ചിരിച്ചിരിച്ചു. ഇനി ഝാൻസി റാണിക്ക് എന്തേലും തോന്നുന്നുണ്ടോ? ഇല്ല. ഉണ്ടേ പറ, വീട്ടിലേക്ക് ആക്കുന്നതിന് മുന്നേ അതങ്ങ് തീർക്കാം. വീട്? ആഹാ, വീടോ? അപ്പം നമ്മൾ പോകുന്നത് കോയമ്പത്തൂർക്കാണോ? അതേലോ. തേജു അവനൊരു പുഞ്ചിരി കൈമാറി. അവനും അതേ ചിരിയോടെ വണ്ടിയെടുത്തു. ഇടയിൽ അവർ വണ്ടി നിർത്തി ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. യാത്രയിലുടനീളം അവളുടെ ഇഷ്ടങ്ങളും പേടികളും അവനോട് പറഞ്ഞു. കലപില സംസാരിച്ചിരിക്കുന്ന തേജുവിനെ അവൻ നോക്കി കാണുകയായിരുന്നു. അവളുടെ കുസൃതിയും കുറുമ്പുമെല്ലാം അവനൊരു ചിരിയോടെ കേട്ടിരുന്നു. വൈകിട്ടോടെ അവർ വീട്ടിലേക്കെത്തി. വിളിച്ചു പറഞ്ഞതുകൊണ്ട് രോഹിണി ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്നതിനു മുമ്പേ തേജുവിനെ ഒന്നുകൂടി കവിളിൽ ചുംബിക്കാനും അവൻ മറന്നില്ല. അവളുടെ ഞെട്ടല് കണ്ടുകൊണ്ടാണ് അവൻ വണ്ടിയെടുത്തത്. അടുത്ത ദിവസം കോളേജിലെത്തി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അവസാന വൈവയും അറ്റൻഡ് ചെയ്തു. ഫെയർവെൽ കഴിഞ്ഞെങ്കിലും അവർ എല്ലാവരും ഓരോരുത്തരുടെയും വീട്ടിൽ ഒത്തുകൂടുമായിരുന്നു. സിമിയുടെ അകൽച്ച ആദിക്ക് വേദനിച്ചെങ്കിലും അവനൊരു ജോലി നേടിയെടുത്ത് സംഭവം കളറാക്കാമെന്ന് വിചാരിച്ചു. ആദി ബാങ്ക് ടെസ്റ്റ് എഴുതി അച്ഛന്റെ വഴി തന്നെ തെരഞ്ഞെടുത്തു. ജോലിക്ക് ജോയിൻ ചെയ്ത് ഒരു മാസത്തിനു ശേഷം സിമിയുടെ വീട്ടിൽ പോയി അവളുടെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തുപോയി കാര്യങ്ങൾ മുറപ്രകാരം അവതരിപ്പിച്ചു. സിമി ആകെ വണ്ടറടിച്ചു. അവസാനം കല്യാണം 2 വർഷത്തിന് ശേഷം നടത്താമെന്ന് തീരുമാനിച്ചു. ചെറുതായി നിശ്ചയം നടത്താനും തീരുമാനമായി. 1 മാസം കഴിഞ്ഞ് നിശ്ചയവും നടത്തി. ഗൗരവ് പിന്നെ വൈവ കഴിഞ്ഞ് അച്ഛന്റെ ബിസിനസ് ഏറ്റെടുത്തു.
ജീവിതയുടെ വീട്ടിൽ പോയി സംസാരിച്ചു. അവൾക്ക് ഇനിയും പഠിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ആർക്കും എതിരഭിപ്രായമുണ്ടായില്ല. ആദിയുടെ നിശ്ചയം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഗൗരവിന്റെയും കഴിഞ്ഞു. ജീവിതയുടെ പഠിത്തം കഴിഞ്ഞ് കല്യാണമാക്കാമെന്ന് തീരുമാനമായി. ഇതിനിടയിൽ റിജുവിന്റെയും തേജുവിന്റെയും ജാതകം നോക്കി പൊരുത്തമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അതിൻ പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും കഴിഞ്ഞു. അവൾക്ക് MBA ചെയ്യണമെന്ന് പറഞ്ഞു. റിജുവിന് അത്ര കാലമൊന്നും കാക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞു. എല്ലാവരും അത് കേട്ട് ചിരിച്ചു. അവന്റെ അഭിപ്രായം കേട്ട് തേജു പറ്റില്ല എന്ന് തലയാട്ടിയെങ്കിലും രോഹിണി പിടിച്ച പിടിയാൽ അവളെ സമ്മതിപ്പിച്ചു. നിശ്ചയമൊന്നും വേണ്ട എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഗുരുവായൂരിൽ വെച്ചു കല്യാണം, അവിടെ തന്നെ ബാക്കി കാര്യങ്ങളും ചെയ്യാനുള്ള തീരുമാനമായി. കല്യാണം തീരുമാനമായപ്പോൾ തേജുവിന്റെ ഫോണിന് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നും റിജു ഗുളിക കഴിക്കുന്ന പോലെ 3 നേരം വിളിക്കും. എറണാകുളത്തു നിന്നും ഒരിക്കൽ ഉണ്ണി വിളിച്ചപ്പോൾ ജിത്തുവിന്റെ എക്സാം കഴിഞ്ഞ് മാളേക്കിൽ തന്നെ കയറിയെന്ന് പറഞ്ഞു. ഹിരണിനെ വിളിച്ച് സംസാരിച്ച് ജിത്തു ഓക്കെയാക്കി. അവൾക്കും പഠിക്കാൻ താല്പര്യമുള്ളതിനാൽ അവൻ പിന്നീട് വീട്ടിൽ വന്ന് സംസാരിക്കാമെന്നും തീരുമാനിച്ചു. സർവാഭരണ വിഭൂഷിതയായി തേജു ചുവന്ന പട്ടിൽ സുന്ദരിയായി ഒരുങ്ങി. കൃഷ്ണന്റെ നടയ്ക്ക് മുന്നിൽ വെച്ച് എല്ലാവരുടെയും ആശീർവാദത്തോടെ അവന്റെ പേരിൽ മുമ്പ് അവൻ എടുത്തു വെച്ച താലി തേജുവിന് ചാർത്തിക്കൊടുത്തു. നെറുകയിൽ സിന്ദൂരം അണിഞ്ഞുകൊടുത്ത് തന്റെ നേർ പാതിയാക്കി. കല്യാണത്തിന് അവളുടെ എല്ലാ കൂട്ടുകാരും കുടുംബസമേതം പങ്കെടുത്തു. സന്തോഷ് ഡോക്ടറും ഉണ്ടായിരുന്നു. റിജുവിന്റെയും തേജുവിന്റെയും പ്രണയം പൂത്തു തളിർത്തു. കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ റിജുവിന്റെ നല്ല പാതിയാവാൻ അവൾക്ക് കഴിഞ്ഞു. കല്യാണത്തിന്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് 2 വീടുകളിലും മാറി മാറി നിന്നു. അവസാനം 1 മാസം കഴിഞ്ഞ് റിജുവും തേജുവും മാളിയേക്കലിലെത്തി. അലക്സ് നവദമ്പതികളെ സ്വീകരിച്ചു. ഇന്ദു തേജു അവിടെ നിന്ന് പോയതിനു ശേഷം അവളെ എന്നും വിളിക്കുമായിരുന്നു. 2 പേർക്കും ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. 2 പേരും സംസാരിച്ച് അന്നത്തെ ദിവസം അവിടെ തന്നെ തങ്ങി. രാത്രിയിൽ കുളി കഴിഞ്ഞിറങ്ങി വരുന്ന തേജുവിൽ മിഴിനട്ടിയിരിക്കുകയായിരുന്നു റിജു. എന്താ വക്കീലെ ഒരു കള്ളലക്ഷണം? അവൻ മറുപടിയൊന്നും കൊടുക്കാതെ അവളെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി. എന്താണ് കണവ, ഇന്ന് നല്ല മൂട്ടിലാണെന്ന് തോന്നുന്നു. അതേലോ. ദൈവമേ, അപ്പൊ ഇന്ന് എന്നെ ബാക്കി വെക്കും. ഓരോ ദിവസം കഴിയുമ്പോഴും സീലുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. എന്താണ് ഭർത്തു ഇങ്ങനെയൊക്കെ? അവൻ ചിരിച്ചുകൊണ്ട് അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ലൈറ്റ് അണച്ചു. അവളുടെ ഓരോ അണുവിലും അവൻ പ്രണയം നിറച്ചു. അവസാനം പൂർണ്ണമായും അവളിൽ അവൻ ആധിപത്യം സ്ഥാപിച്ചു. രാവിലെ ആദ്യം എഴുന്നേറ്റത് റിജുവായിരുന്നു. തന്റെ നെഞ്ചിൽ കിടക്കുന്ന തേജുവിൽ കണ്ണു പായിച്ചപ്പോൾ എന്തുകൊണ്ടോ അവന് 2 തുള്ളി കണ്ണീർ പൊഴിഞ്ഞു. ഒരിക്കലും കൈവിടില്ല പെണ്ണെ, എന്റെ ജീവനും ജീവിതവും നിന്നിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവളെ ഒന്ന് മുറുക്കിയപ്പോൾ തേജു ഒന്ന് മൂളിക്കൊണ്ട് കണ്ണു തുറന്നു. അവനെ നോക്കി. പരന്നു കിടക്കുന്ന സിന്ദൂരവും അഴിഞ്ഞൊളിഞ്ഞ മുടിയും ചുവന്ന ചുണ്ടുകളും കണ്ടപ്പോൾ അവളെ മാറ്റിക്കിടത്തി അവളുടെ കഴുത്തിലേക്ക് മുഖമൊളിപ്പിച്ചു. വക്കീലെ, രാവിലെ തുടങ്ങല്ലേ, ഇനി താങ്ങില്ല, എഴുന്നേക്ക്, കുളിക്കട്ടെ. അവൻ മുഖമുയർത്തി ചുണ്ടു കടിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് കുളിക്കാം. എടാ, അതിനങ്ങ് 8 മടക്കി വെച്ചോ, മാറങ്ങോട്ടു. അവനെ തള്ളിയിട്ട് അവൾ ഓടി കുളിമുറിയിലേക്ക് കയറി. ഫ്രഷായി വന്നു. അവൾ പുറത്തേക്ക് വന്നപ്പോൾ അവനും കുളിക്കാൻ കയറി. 2 പേരും ഡ്രസ്സ് മാറി ഹാളിലേക്ക് പോയി. അലക്സ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പായി, എന്താ തേജു? ഞങ്ങൾ അപ്പനെ കണ്ടിട്ട് വരാം. അലക്സ് ചിരിച്ചുകൊണ്ട് തലയാട്ടി. പള്ളി സെമിത്തേരിയിൽ ചെന്ന് തേജു എബ്രഹാമിന്റെ കല്ലറയിൽ പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. റിജുവും ഒപ്പം നിന്നു. ശേഷം നിതാരയുടെ കല്ലറയിലും ചെന്ന് കുറെ പുഷ്പങ്ങൾ വെച്ച് അലങ്കരിച്ചു. മെഴുകുതിരി കത്തിച്ചു. അവൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. റിജു നിതാരയുടെ കല്ലറയിലേക്ക് നോക്കി 1 നിമിഷം നിന്നു. നിന്നിലൂടെ എന്നിലേക്ക് ദൈവം എത്തിച്ചതാണ് തേജുവിന്. എന്നും അവൾക്ക് നല്ല പാതിയായി ഞാനുണ്ടാകും. തേജു കണ്ണടച്ച് നിൽക്കുമ്പോൾ അവൾക്ക് തൊട്ടടുത്ത് നിതാരയുടെ പ്രസൻസ് അറിഞ്ഞിരുന്നു. അവൾക്ക് ചുറ്റും ഒരു നറുസുഗന്ധം വീശിക്കൊണ്ടിരുന്നു. അവൾ കണ്ണു തുറന്ന് വീണ്ടും പ്രാർത്ഥിച്ച് തിരിച്ചു പോകാനായി തിരിഞ്ഞു നടന്നു. റിജു ആദ്യവും തേജു പിന്നാലെയുമാണ് നടന്നത്. അവൾക്ക് തിരിഞ്ഞു നോക്കണമെന്ന് തോന്നിയപ്പോൾ 1 നിമിഷം നിന്ന് തിരിഞ്ഞു നോക്കി. കല്ലറയിൽ നിന്ന് നിതാര അവൾക്ക് കൈവീശി കാണിച്ചുകൊണ്ട് നിൽക്കുന്നു. പുഞ്ചിരിയായിരുന്നു അവളുടെ മുഖത്ത്. അവളുടെ ചുണ്ട് അനങ്ങുന്നുണ്ടായിരുന്നു. നിന്നിൽ ഞാൻ വേരൂന്നിപ്പോയി പെണ്ണെ. നിന്നിൽ നിന്നും ഇനി എനിക്കൊരു മോചനമുണ്ടാവില്ല. എന്നും നിന്നിഴലായി കാവലായി ഉണ്ടാവും. കാരണം ഞാൻ വേരൂന്നിയവളാണ്. തേജുവിനെ തട്ടി വിളിച്ചപ്പോഴാണ് അവൾക്ക് സ്ഥലകാല ബോധമുണ്ടായത്. റിജു അവളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. അവസാനിച്ചു. ഇനിയൊരു തുടർച്ചയില്ല. അവർ ഇനി ജീവിക്കട്ടെ, നിതാരയിലൂടെ, തേജുവായി തന്നെ.